എല്ലാ രാത്രിയും എനിക്ക് ശിവരാത്രിയാണ്. ഞാൻ പകലാണ് ഈ ഉറങ്ങുന്നത്. രാത്രിയിൽ ഉറക്കമില്ല. ഉറങ്ങിയിട്ടുണ്ടായിരുന്ന എൻ്റെ പശു പോലെ കാണില്ല, എൻ്റെ പട്ടിയും കാണില്ല. ഒരു മരിച്ചെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരില്ല. 1-1.5-2 കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. 250 റബ്ബർ വെച്ചാൽ 250 ഒരു വിറകിന് പോലും ഇല്ല. ഞാൻ ഇറങ്ങിയാൽ മൊത്തം താഴെ ഇറങ്ങും, കുരിശുവല്ലി വരയ്ക്ക് പോകും. അതിന് വേണ്ടിയിട്ടാണ് എന്നെ നിർത്തി വെച്ചിരിക്കുന്നത്. ഒരു രാത്രിയിലെ വരുമ്പോഴായിരിക്കും ആണ് വട്ടം തിരിയുന്നത്. ഒരു ദിവസമൊക്കെ വരുമ്പം കാട്ടിയും ഇങ്ങനെ നടന്ന് വരുക കാട്ടുപോത്ത്. അപ്പൊ അതൊക്കെ തിരിഞ്ഞ് നമ്മൾ കുറ്റിയ ഒന്നുമില്ല. ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുമ്പോൾ വള്ളപ്പുഴ വരുന്നവർക്ക് രസമാണ് ഇത് കാണാന്. ഇവിടെ ഇരുന്ന് നിറയിക്കുന്നവർക്ക് ഇത് ജീവൻ ഭീഷണിയാണ്. അവർ പറഞ്ഞതുപോലെ ഈ പദ്ധതി ഏറ്റെടുക്കുക, വന്യമൃഗത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഇല്ലെങ്കിനാ അവർ ഏറ്റെടുത്തില്ലെങ്കിനാ ഞങ്ങളുടെ പറമ്പിലെ വന്യമൃഗങ്ങളെ ഇറങ്ങ വിടാതെ സംരക്ഷിക്കുക. ആന വന്നപ്പോ പടക്കം പൊട്ടിച്ചു. മാസം തികയാതെ പശു പ്രസവിച്ചു. മുകളിലെ മലയണ്ണ, താഴെ വീന്ന മുള്ളനും പന്നിയുണ്ട്. പന്നിയും വരുന്നു. അപ്പം പന്നി അപ്പൊ എല്ലാം ഇവിടെ ഇല്ലാത്ത മൃഗം സിംഹം മാത്രമില്ല, ബാക്കി എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. പെരുമ്പാമ്പ് തൊട്ട് ഈ പ്രദേശത്തിലുണ്ട്. എൻ്റെ ഭാര്യയെ വിട്ടിട്ട് എനിക്ക് പണിക്ക് പോകത്തില്ല. എനിക്ക് ഒരു ഭാര്യയെ വിട്ടിട്ട് പോയിട്ട് വന്നാൽ പിന്നെ എവിടെയാ എന്നതാ കൊണ്ടുപോയി നമുക്കൊന്നും പറയാൻ പറ്റൂല. അത് കാരണം കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും കൂട്ടും, എനിക്കും ഭാര്യയും കൂട്ടായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് ഇതിന് ഇച്ചിരി ചെലവിന് പശുവിനെ ഉള്ളൂ. അതിനെ വിട്ടു പോയാൽ വരുമ്പം എല്ലുപോലെ കാണില്ല. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ചപ്പമല എന്ന് പറയുന്ന പ്രദേശത്താണ്. ചപ്പമല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ മത്തഞ്ചേട്ടനും തങ്കഞ്ചേട്ടനും ഒക്കെയാണ്. പക്ഷേ ഈ ചപ്പമല എന്ന് പറയുന്ന ആ ഒരു മലയുടെ ഒരു വശത്ത് ആണ് അവരുള്ളത്. മറുവശത്ത് ഉള്ള ഒരു കുടുംബത്തെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. അവർ ഒറ്റയ്ക്ക് അവിടെ താമസിക്കുകയാണ്. പണ്ട് ഇവിടെ ഒത്തിരി ആളുകളൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന പ്രദേശമാണ്. എല്ലാവരുടെയും കഥ പോലെ തന്നെ ഇവരുടെയും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആളുകളെല്ലാം ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവർ ഇവിടെ ഒറ്റയ്ക്കാണ്. നിരന്തരം വന്യമൃഗശല്യമൊക്കെ നേരിട്ടുകൊണ്ട് ഇവരിങ്ങനെ ജീവിക്കുകയാണ്. എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ കാട്ടാന വരുന്നുണ്ട്, പുലി, കടുവ, അങ്ങനെയുള്ള എല്ലാ ജീവികളും വരുന്നുണ്ടെന്നാണ് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും എനിക്ക് കഴിഞ്ഞ ദിവസം എത്താനായിട്ട് സാധിച്ചില്ല. ഏതായാലും ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്താണ് അവരുടെ പ്രശ്നം എന്നൊക്കെ ഉള്ളതെന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ചപ്പമല വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്കാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്നത്. ഇപ്പോൾ ഈ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്കുള്ള ലാസ്റ്റ് വീടാണിത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഏതായാലും നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് അവരുടെ സ്ഥിതി എന്നുള്ള കാര്യമൊക്കെ കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് പാൽരാജ്. എത്ര വർഷമായി ചേട്ടൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ ഞാൻ കല്യാണം കഴിച്ചിട്ട് വന്നിട്ട് 20 വർഷമായി. എൻ്റെ ഭാര്യ ഇവിടെ തന്നെയാണ് ജനിച്ച് വളർന്നത്. അപ്പം ഞാൻ വരുമ്പോഴേക്ക് ആന ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ട് ആനശല്യം നിരന്തരമായിട്ട് ഇവിടെ ഉണ്ടായി. അപ്പം കൃഷിയൊക്കെ നമ്മുടെ പറമ്പിലേക്ക് ഏറെ ഉണ്ടായിരുന്നു. അപ്പം കൃഷിയെല്ലാം ആനയും കുരങ്ങും മുള്ളനും മുകളിലെ മലയണ്ണം വെട്ടും, താഴെ വീഴുന്ന മുള്ളം വെട്ടും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആന വന്നിട്ട് ഉള്ള കശുമാവ് തട്ടിക്കളഞ്ഞ് ചോടോടെ പറിച്ച് കളഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വാഴ വെച്ചപ്പോൾ വാഴയും കളഞ്ഞു. റബ്ബർ വെച്ചു. റബ്ബർ ബാങ്കിലെ പൂവേന ബാങ്കിലെ ഞങ്ങൾ 60,000 രൂപ മേടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് റബ്ബർ വെച്ച് കഴിഞ്ഞപാട് ആ റബ്ബർ ഒരു വർഷം കൊണ്ട് ആന വന്നിട്ട് ചോടോടെ പറിച്ച് കളഞ്ഞിട്ട് അത് അങ്ങ് പോയി. അപ്പോൾ ആ പലിശ കയറിയിട്ട് ഇപ്പം 2 ലക്ഷം രൂപയ്ക്ക് മുകളിലെ പലിശയായി ബാങ്കുകാർ എപ്പോഴും നോട്ടീസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വന്നപ്പം ബാങ്കുകാരോട് പറഞ്ഞു ഇങ്ങനെയാണ് ശല്യം എന്നൊക്കെ പറഞ്ഞു. അവർ എങ്ങനെയായിരുന്നാലും അവർക്ക് പൈസ അടയ്ക്കണമല്ലോ, മേടിച്ച പൈസയാണല്ലോ. അത് കാരണം കൊണ്ട് അവരുടെ രീതി അങ്ങനെയാണ്. അവർ പറഞ്ഞിട്ട് പോയി അടയ്ക്കണമെന്ന് പറ്റുന്നോളം അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി, നമുക്ക് കൃഷിയൊന്നും ഇല്ലല്ലോ, നമുക്കൊരു നീതി അടയ്ക്കാൻ പോലെ ഈ കൃഷി എടുത്തിട്ട് വേണം നീതി അടയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് നീതി അടയ്ക്കാൻ പോലെ ഇപ്പോൾ പൈസ ഇല്ല. കൃഷി ഇരുന്നാലല്ലേ നമുക്ക് നീതി അടയ്ക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നീതി അടയ്ക്കുന്നത്. അതുപോലെ അല്ലാതെ ആണൊക്കെ വന്നിട്ട് ചോടോടെ കശുമാവ് പറിക്കുകയും കശുമാവ് ഉള്ള കശുമാവിലെ മുള്ളം വന്ന് വെട്ടും, മലയണ്ണം വന്ന് വെട്ടും, പിന്നെ മളം വന്ന് പിറക്കും. എല്ലാ ജീവികളുണ്ട്. പുലി എൻ്റെ ഒരു പ്രാവശ്യം വന്നിട്ട് എൻ്റെ പട്ടീനെ പുലി പിടിച്ചു. പുലി എന്ന് പറഞ്ഞാൽ പുള്ളി പിടിച്ചു. ഇത് ചെവിക്കിട്ട് മുറിഞ്ഞു. അത് എല്ലാവരും പറഞ്ഞു കൊന്നുകളയാൻ പറഞ്ഞു, പടുത്തായിരുന്നു. അതിന് ഞങ്ങൾ ഈ മഞ്ഞപ്പൊടിയൊക്കെ തേച്ച് ഒന്ന് ഗുണമാക്കി അത് എടുത്ത് ഇപ്പോൾ ആ പട്ടി വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ ആ പട്ടിയൊക്കെ അങ്ങനെ രക്ഷപിടിച്ച് നമ്മൾ വന്നു. അപ്പോൾ ഈ വന്യമൃഗങ്ങൾ ശല്യം നിരന്തരമായിട്ടുള്ള അപ്പം ഒരു ലീലൊക്കെ പറ്റിയെന്ന് പറഞ്ഞ് കഴിഞ്ഞ പാർട്ടി LDF ഒരു പദ്ധതി അറിയിച്ചു കഴിഞ്ഞപാട് അപ്പം നമ്മളൊക്കെ സന്തോഷപ്പെട്ടു.
சரி நம்மளൊക്കെ ഇറക്കി വിടുവാണല്ലോ നമ്മൾ ഈ വന്യമൃഗത്തിൽ ഇരുന്നിട്ട് എന്നാ കാര്യം ഓർത്ത് ഞങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതിൽ റീച്ചൊന്നും ഇല്ലായിരുന്നു, ഒന്നാം റീച്ച് രണ്ടാം റീച്ചിനൊന്നും ഇല്ലായിരുന്നു. അപ്പം ചില ആളുകൾ ഇതെല്ലാം വന്നിട്ട് റീച്ചാക്കിയിട്ട് കുറേ പേര് ഇവിടെ താമസം പോലെ ഇല്ലാത്തവർക്ക് ഇറക്കി വിട്ടു. ഇവിടെ താമസമുള്ളവരെ ഇറക്കി വിട്ടിട്ടില്ല. നിരന്തരമായിട്ട് നമുക്ക് മൃഗശല്യം കണ്ടിട്ട് പോയിട്ടാണ് നമ്മുടെ പേര് പറഞ്ഞിട്ടാണ് ഈ പദ്ധതിയും പാസ്സാക്കിയത്. അവസാനം അവർ ഇല്ലാത്ത ഈ നാട്ടിലെ കൊട്ടൂർ പഞ്ചായത്തിലെ ഇല്ലാത്തവർക്കാണ് സ്ഥലം മാത്രമേ ഉള്ളൂ. അവരെയൊക്കെയാണ് പൈസ കൊടുത്ത് ഇറക്കി വിട്ടത്. ചോദിച്ചോട് പറയാണ് അത് നിങ്ങളുടെ രണ്ടാം റീച്ചിൽ വരും എനിക്ക് പറഞ്ഞു. നമുക്ക് ഈ റീച്ചൊന്നും ഇല്ലായിരുന്നു, വരുവന് ഇത് മനുഷ്യന്മാർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുറേ കാലം എന്നാ ചെയ്തു, ഒരു പട്ടയത്തിക്ക് 2000 രൂപ വെച്ചിട്ട് ഞങ്ങളടുത്ത് എല്ലാവരോടെയും മേടിച്ചു. ആര് മേടിച്ചു? ഈ കഴിഞ്ഞ LDF-ലുള്ള ഒരു ഈ പഞ്ചായത്തിൽ ഈ 10ാം വാർഡിലെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഞങ്ങളുടെ അടുത്ത് മേടിച്ചത്. മേടിച്ചിട്ട് അപ്പോൾ ഞങ്ങൾക്ക് 2 പട്ടയമുണ്ട്. 2 പട്ടയത്തിക്ക് 2000 രൂപ കൊടുത്തു. പിന്നെ അതേപോലെ ഇനി മേപ്പ് കൊടുക്കണം, ഇതിൻ്റെ ഫോറസ്റ്റുകാർ എടുക്കണമെങ്കിൽ മേപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ മേപ്പും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെന്നാ ചെയ്തു, 1 ഏക്കർക്ക് 2000 രൂപ വെച്ച് അവർ വേണമെന്ന് പറഞ്ഞ അളവ് കൂലി. അപ്പോൾ അതിന് ഞങ്ങൾ എന്നാ ചെയ്തു, 2000 വെച്ച് എനിക്ക് 1 ഏക്കർ 35 സെൻറ്റ് ഉണ്ട്. അത് 3 ആയിട്ടാണ് ഉള്ളത്. അവർ 3 ആയിട്ടായിട്ട് എടുത്ത് 6000 രൂപയാണ് മേടിച്ചത് ഞങ്ങളുടെ അടുത്ത്. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഓരോ ആളുകൾക്കും 3 പട്ടയം 2 പട്ടയം ഉള്ളവരുണ്ട്. അവരൊക്കെ അതേപോലെ പൈസ കൊടുത്തു. നമ്മുടെ കുടുംബത്തിൽ മൊത്തം ഒരു 28,000 രൂപ 30,000 രൂപ ഉള്ളു അവർ മേടിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ 28,000 രൂപ വരയ്ക്കും 30,000 രൂപ വരയ്ക്കും ഒരു അളവ് കൂലി മേടിച്ചിട്ടുണ്ട്. മേടിച്ചിട്ട് അതിനും പോയിട്ട് ഒരു അളവ് കൂലി അതും മേടിച്ചിട്ട് ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. അത് മേടിച്ച് ഞങ്ങൾ പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെയ്ക്ക് ഫോറസ്റ്റുകാർ ചോദിച്ചിട്ടുമില്ല. അപ്പം ഞങ്ങൾ എന്നാ ചെയ്തു, ശരി ഇത് ഈ ഇത്രയുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് TF ഓഫീസിൽ പോയി. അവിടെ പോയിട്ട് അപേക്ഷ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തപ്പം അവർ പറഞ്ഞു പഞ്ചായത്തുകാർ ഇത് ടൈ ആക്കി വിട്ടിട്ടുണ്ട്, അവർ എപ്പോൾ പാസ്സാക്കുന്നുണ്ടോ അന്നേരം തന്നെ നിങ്ങൾ ഇറക്കി വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ പഞ്ചായത്തുകാർ എങ്ങനെയാണ്, പഞ്ചായത്തുകാരോട് ചോദിച്ചപ്പം പറഞ്ഞു അപ്പം നിങ്ങളെ അല്ല ഞങ്ങൾ ഇറക്കി വിടാമെന്ന് തോന്നിയത്, ഇതിക്ക് നേരെ താഴോട്ടുള്ളവർ മൊത്തം ഇറങ്ങാമെന്നും പറഞ്ഞു. അത് കാരണം കൊണ്ട് അവർക്ക് മാത്രം ഒരു 800 കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കൊട്ടൂർ പഞ്ചായത്ത് ഇല്ലാതായി പോകും, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്റ്റേ മേടിച്ചെന്ന് അവർ പറയുന്നു, ഈ പഞ്ചായത്തുകാർ പറയുന്നു. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആദ്യത്തെ കമ്മിറ്റിക്കാരാണല്ലോ നമ്മൾ പഞ്ചായത്ത് ഇല്ലാണ്ടായി പോകുന്നത്, പഞ്ചായത്ത് ഇല്ലാതായി പോകുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്റ്റേ മേടിച്ചെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഈ ആദ്യത്തെ കമ്മിറ്റിയിലെ പാർട്ടിക്കാരുണ്ടായിരുന്നല്ലോ, അവരെല്ലാം ഈ റീച്ചും തിരിച്ച് ഇങ്ങനെ അനുമതി കാണിച്ചു കഴിഞ്ഞപ്പോഴും പുതിയ കമ്മിറ്റിക്കാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പഞ്ചായത്ത് അറിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പഞ്ചായത്ത് അറിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പം പുതിയ കമ്മിറ്റിക്കാർ ഞങ്ങൾ ഒരു 12 പേര് അവിടുന്ന് എടുത്തു. അപ്പോൾ ഈ പഴയ കമ്മിറ്റിക്കാർ പൈസ മേടിച്ചവർ ഇപ്പോൾ അന്നേരം കൈ വിരിഞ്ഞെന്ന് പറഞ്ഞാൽ ഉള്ളപ്പം തന്നെ അവർ എടുത്തിട്ടില്ല. പിന്നെ അവർ രണ്ടാമത് ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ അന്നേരം തന്നെ അവർ കൈ ഒഴിഞ്ഞു. അപ്പോൾ ഇവർ പുതിയ കമ്മിറ്റിക്കാർ എന്നാ ചെയ്തു, കുറച്ച് മറ്റേ വനവകുപ്പ് മന്ത്രി അവരെല്ലാം പോയി കണ്ടിട്ട് ചോദിച്ചു, പണ്ട് ചിലവായിപ്പോയി, ഫണ്ട് വരുമ്പം തരുമെന്ന് പറഞ്ഞു വിട്ടുന്നു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ അതും അങ്ങനെ ഫെയിലായിപ്പോയി. അപ്പോൾ ഈ മറ്റേ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ശരി നമ്മൾ പറ്റുന്ന നമുക്ക് സഹായിക്കാമെന്ന് പറഞ്ഞു നമ്മുടെ റോഹിച്ചേട്ടൻ. അപ്പം ഇപ്പോൾ പുതിയ ഭരണം വന്നു. ഇപ്പം ഇനി പുതിയ ഭരണത്തുകാർ വന്നിട്ട് ഞങ്ങളൊന്ന് ഇതിൽ നിന്ന് ഈ ദുരന്തമായിട്ട് ഇരിക്കുന്ന വന്യമൃഗത്തിൽ നിന്ന് നമ്മളൊന്ന് ഒഴിവാക്കി തന്നാലേ നമുക്ക് ഏറ്റവും നല്ലതാണ്. ഇവിടെ രാത്രിയിലേക്ക് നമുക്ക് ഇറങ്ങി നടക്കാൻ പേടിയാണ്. ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് വരത്തില്ല. ഇതിലേക്ക് വരുമ്പോഴാണ് ആന വഴിയിൽ നിൽക്കുന്നത്. ഇവിടെയൊക്കെ ആന നിൽക്കുന്നത്. അതാണ് ആന പോയ ചാള്. ഈ ചാലിലേക്കാണ് നിൽക്കുന്നത്. ഇതാണ് ആന പോയ ചാള്. അപ്പം ഇതുപോലെയൊക്കെയാണ് നമ്മൾ ജീവനം പണയം വെച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. വെള്ളം വേണമെങ്കിൽ 2-2.5 കിലോമീറ്റർ ഇന്നത്തെ വെള്ളം വേണമെങ്കിൽ 2-2.5 കിലോമീറ്റർ നമ്മൾ പോയി തിരിച്ചുകൊണ്ട് വന്നാലേ ഉള്ളൂ. കാട്ടിൽ പോയിട്ട് തിരിച്ചിട്ട് വന്നാലേ ഉള്ളൂ. താഴെ ഉണ്ടായിരുന്നല്ലേ. അപ്പം അങ്ങനെയല്ല നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് ഈ വന്യമൃഗങ്ങളെ കൊണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർക്കും ഇല്ല. സത്യം പറഞ്ഞാൽ നമുക്ക് നീതി അടയ്ക്കാൻ പൈസ ഇല്ല. ഈ ആദായം വെച്ചിട്ട് വേണം നമുക്ക് നീതി അടയ്ക്കാൻ. അത് വന്യമൃഗങ്ങൾ കൊണ്ടുപോവുക. അപ്പം ഈ ഗവൺമെൻറ് നമ്മുടെ അടുത്ത് നീതി പൈസ മേടിക്കുന്നുണ്ടല്ലോ, ആ പൈസയ്ക്കുള്ള ഉപകാരം എന്ന് വെച്ചാൽ വരുന്ന ഗവൺമെൻറ്റുകൾ ഏത് ഗവൺമെൻറ്റായിരുന്നാലും നമുക്ക് തന്നാലേ ജനങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ടില്ലാതെ അവർ പൊക്കോളൂ. അത് എത്ര പെട്ടെന്ന് ഇപ്പോൾ ഉള്ള UDF ഗവൺമെൻറ്റാണ് പറയുന്നത്. അവർ വന്നിട്ട് വനവകുപ്പ് മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട്
നമ്മൾ സണ്ണി ജോസഫ് സാറ് അവരൊക്കെ ബന്ധപ്പെട്ട് ഇത്ര താമസിക്കുന്നവരെ ഇതുപോലത്തെ വനത്തിൽ നിന്ന് ജീവൻ രക്ഷിച്ച് താഴെ കൊണ്ടുപോകുക. അവർ പറഞ്ഞതുപോലെ ഈ പണ്ട് പാസ്സായതേതായാലും പാസ്സായത് തന്നെയാണ്, അതില്ലാതെ ഏതായാലും ആകൂല. അപ്പം ആ പാസ്സായ പൈസ ഒന്ന് ഉടനെ ഇതൊക്കെ മുന്നിൽ ഇറങ്ങിയിട്ട് ഇതുപോലത്തെ പാവപ്പെട്ട ജനങ്ങളെ ഇതുപോലത്തെ ഫോറസ്റ്റിലെ ഒരു ഗതിയില്ലാതെ താമസിക്കുന്നവർക്ക് അവരെ ഒന്ന് കൊടുത്ത് ഇറക്കി വിടുക. ഗതി ഉണ്ടായിരുന്ന നമ്മൾ എന്തിനാ ഈ ഫോറസ്റ്റിൽ എങ്ങനെ ഈ വന്യമൃഗത്തിലൂടെ നമ്മൾ കഷ്ടപ്പെടുന്നത്? ചേട്ടനൊക്കെ എത്ര വർഷം? 20 വർഷം. 20 വർഷമായി. 20 വർഷം മുന്നേ വരുമ്പോൾ ഇവിടെ എന്തായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ ആളുകൾ 10-35 കുടുംബം ഉണ്ടായിരുന്നു. ഈ 35 കുടുംബം, അതായത് ഈ റോഡ് കഴിഞ്ഞ് മുകളിലേക്കും ഉണ്ടായിരുന്നു. അപ്പൊ കറണ്ട് കമ്പി പോകുന്നു, അങ്ങ് വരെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങ് വരെ ആളുകൾ നല്ല സന്തോഷമായിട്ട് കൃഷിയൊക്കെ എടുത്ത് നല്ല സന്തോഷമായിട്ടാണ് ജീവിച്ചത്. അപ്പൊ അവരോട് പറഞ്ഞ് ഈ പദ്ധതി ഇപ്പം മൃഗങ്ങൾ ഇറങ്ങുന്നെന്ന് പറഞ്ഞപ്പം അപ്പൊ നിങ്ങൾ ഇപ്പൊ ഉടനെ ഇറങ്ങിക്കോ, 1 വർഷം കൊണ്ട് ഇത് പാസ്സാകുമെന്ന് പറഞ്ഞാണ് ഇവരെ എല്ലാം ഇറക്കി വിട്ട് ഇതുപോലത്തെ വനമായി. നേരത്തെ ഇതൊക്കെ തെളിച്ചിട്ട് പണിയെടുക്കുക, എല്ലാവരും പോയി കഴിഞ്ഞാൽ ഇതുപോലെ വനമായി. അപ്പൊ ഇപ്പൊ വന്നിട്ട് അവർ പണ്ടില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുവോ? ഇല്ലല്ലോ, അന്ന് നമ്മൾ കൊടുത്തതാണല്ലോ. അപ്പൊ ഇതുപോലെ വനമായി. ഇവർക്കൊക്കെ കിട്ടിയതാ? ഇല്ലില്ല, കിട്ടിയിട്ടില്ല. അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ വനമാക്കി കളഞ്ഞു. അവരുടെ പ്ലാൻ ഇത് തന്നെയായിരുന്നു, വനമാക്കണമെന്നാണുള്ള പ്ലാന്. വനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ പദ്ധതി പാസ്സാക്കിയത്. അപ്പൊ വനമാക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ നമ്മൾ അവർ പൈസ കൊടുത്തില്ലെങ്കിൽ തന്നെ ഇറങ്ങി പോവേണ്ടിയ ചൂടുകളുമായി. അപ്പൊ നമ്മൾ ഇപ്പൊ നീണ്ടോക്കിൽ പോയാല് ഒരു 10 രൂപ അല്ലാതെ നമ്മൾ പോയാൽ അവിടെ ചത്ത സമം പോലെയുള്ള മനുഷ്യനക്ക്. അപ്പൊ ഒരു പൈസ ഉള്ളവനല്ലേ ടൗണിൽ ജീവിക്കാൻ പറ്റുള്ളൂ, പൈസ ഇല്ലാത്തവർ ജീവിക്കാൻ പറ്റൂല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട്, പൈസ ഇല്ലാതെ കാരണം കൊണ്ട് നമ്മളൊക്കെ ഇവിടെ കുടുങ്ങി കിടക്കണം. നമ്മൾക്ക് പൈസ ഉണ്ടായിരുന്നു നമുക്ക് താഴോട്ട് ഇറങ്ങി പോയിട്ട് പരയും മേടിച്ച് വാടകയ്ക്ക് കൊടുത്ത് ഇരിക്കാം. അവർ പറഞ്ഞു 3 മാസം കൊണ്ട് ഇത് പോകും, നിങ്ങൾക്ക് ഇറങ്ങി പൊക്കോന്ന് പറഞ്ഞു രാജീവ് ഫോറസ്റ്റ് പറഞ്ഞു. എന്ന് പറഞ്ഞു അത് ഇത് പദ്ധതി പാസ്സായപ്പം ആ സമയത്ത് ആദ്യം. അപ്പൊ 3 മാസം ആ പുള്ളിയുടെ വർത്താനം കേട്ടിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നല്ലോ. 2018 ഞങ്ങൾ അപേക്ഷ കൊടുത്തതാ. അപ്പൊ ഇപ്പൊ എത്ര 26 ഇതുവരെ നമ്മൾക്ക് അത് പദ്ധതിയിലെ പാസ്സായിട്ടില്ല. അപ്പൊ നമ്മൾ വാടക കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ പൈസ ഇരുന്നാലേ കൊടുക്കുള്ളൂ, ഇല്ലല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഈ വന്യമൃഗങ്ങളെ കൊണ്ടുണ്ട്. നമുക്ക് വേറെ ഒരു സഹായം ചെയ്യണ്ട, നമുക്ക് ഒരു സഹായം വേണ്ട. അവർ പറഞ്ഞതുപോലെ ഈ പദ്ധതി ഏറ്റെടുക്കുക, വന്യമൃഗത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഇല്ലെങ്കിൽ അവർ ഏറ്റെടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ പറമ്പിൽ വന്യമൃഗങ്ങളെ ഇറങ്ങ വിടാതെ സംരക്ഷിക്കുക. അപ്പൊ ഇതിൽ വന്നിട്ട് വലിയ വലിയ മെതലികളിലൂടെ പോയി നമുക്ക് യുദ്ധം ചെയ്യാൻ നമുക്കൊന്നും പറ്റുന്നില്ല. നമ്മൾക്ക് മൈൻഡ് അത്രയ്ക്കൊന്നും ഇല്ല. മൈൻഡുള്ളവരാണല്ലോ ഇതൊക്കെ 1-ാം ഘട്ടം 2-ാം ഘട്ടം നാക്കി വെച്ച്. മൈൻഡ് ഇല്ലാത്തവരാണല്ലോ അത് കേട്ട് നിന്നത്. അപ്പൊ മൈൻഡ് ഉണ്ടായിരുന്ന അതിൽ ഘട്ടമില്ലല്ലോ. പദ്ധതി പാസ്സാക്കി അങ്ങ് രൂപ കൊടുത്ത് പൈസ കൊടുത്ത് ഇറക്കി വിട്ടാ പോരെ. അതിലെന്തിനാ ഈ 1-ാം ഘട്ടം 2-ാം ഘട്ടം എന്ന് ഇവർ ചെയ്തത്? ഇവിടെ മാത്രമേ ഉള്ളൂ ആ പദ്ധതി 1-ാം ഘട്ടം 2-ാം ഘട്ടം എന്ന് പറയുന്നത് ഈ കൊട്ടൂർ പഞ്ചായത്തിലെ. ബാക്കി എല്ലാത്തിനും ഒറ്റ പദ്ധതിയേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് നമുക്ക് ഈ മറ്റേ സജീവൻ സാർ ഉള്ളപ്പം ഫോറസ്റ്റ് ആ പുള്ളി ഉള്ളപ്പം ഇതുപോലെയൊക്കെ ആനയൊക്കെ വന്നാലേ ഈ ആനയുടെ ചോട് കണ്ടുപിടിച്ചിട്ട് പോയിട്ട് പുള്ളി ഓടിച്ചു വിട്ടിട്ട് പിന്നെ ഈ രാത്രി വന്നിട്ട് ഓടിച്ചു വിടുമായിരുന്നു. ഏത് വേനൽക്കാലമായിരുന്നാലും ഏത് മഴക്കാലമായിരുന്നാലും പുള്ളി നനഞ്ഞുകൊണ്ട് ഇതുപോലത്തെ മനുഷ്യനക്ക് സഹായിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അന്നൊക്കെ കൃഷി നമുക്ക് കിട്ടുമായിരുന്നു. ഇന്ന് കൃഷിയൊന്നും കിട്ടുന്നില്ല. എന്നായിരുന്നു മൂപ്പര് ഇവിടെ ഉണ്ടായിരുന്നു? ഏത് കാലത്താ മൂപ്പൻ? ഇപ്പൊ പോയിട്ട് 1 വർഷമായുള്ളൂ, ഒരു 5-6 മാസമായല്ലേ അല്ലേ? ഈ ഇലക്ഷൻ സമയമൊക്കെ ഉണ്ടായിരുന്നു പുള്ളി. ഉണ്ടായിരുന്നു, റിട്ടയർഡ് ആയി പോയതാ. റിട്ടയർഡ് ആയി പോയതാ. ഇലക്ഷൻ സമയം വരെ ഉണ്ടായിരുന്നു, റിട്ടയർഡ് ആയി പോയി. അപ്പൊ പുള്ളിയൊക്കെ പോയത് കൊണ്ട് ഇപ്പൊ ഉള്ള ഫോറസ്റ്റുകാർ ഇത് വന്ന് കണ്ടിട്ട് പോകുക, അല്ലാതെ ഇത് ഓടിക്കാനുള്ള പുള്ളിയെപ്പോഴുള്ള നടപടിക്ക് എടുക്കുന്നില്ല. വലിയ ആന തന്നെ. അപ്പൊ ഇത് രാവിലെ അവിടെ ഇവിടുന്ന് തിന്നുന്ന കണ്ടെന്നാ പറഞ്ഞ. അത് കണ്ടാണ് നിങ്ങൾ വിളിച്ചത്. അപ്പൊ ഇതുപോലെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഉള്ള ഗവൺമെന്റിനൊന്ന് കണ്ണു തുറന്ന് നമുക്ക് ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുമ്പോൾ വള്ളപ്പുഴ വരുന്നവർക്ക് രസമാണ് ഇത് കാണാന്. ഇവിടെ ഇരുന്ന് നിറയിക്കുന്നവർക്ക് ഇത് ജീവൻ ഭീഷണിയാണ്. ഇത് ഇപ്പോൾ നമുക്കറിഞ്ഞാൽ ടൂറിസ്റ്റ് ഒരു ദിവസം വന്നിട്ട് പോകുന്ന പോലെയല്ല. ഇത് 24 മണിക്കൂർ ഇവിടെ തന്നെ ഇരിക്കണം. ഒരു രാത്രിയിലെ വരുമ്പോഴായിരിക്കും ആന വട്ടം തിരിയുന്നത്. ഒരു ദിവസമൊക്കെ വരുമ്പം കാട്ടിയും ഇങ്ങനെ നടന്ന് വരുക കാട്ടുപോത്ത്. അപ്പൊ അതൊക്കെ തിരിഞ്ഞ് നമ്മൾ കുറ്റിയാ ഒന്നുമില്ല. ഏതോ ഒരു ഭാഗ്യം കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാതെ കാരണം കൊണ്ട് നമ്മൾ ഇരിക്കുകയാണ്. നമ്മൾ കൃഷി മാത്രമേ പോകുന്നുള്ളൂ. കൃഷി പോയാൽ പിന്നെ നമ്മൾ പണിക്കൂലിയാണല്ലോ പോകുന്നത്. നിങ്ങൾ ഓർത്തണമെങ്കിൽ നമുക്ക് പണിക്കൂലി അതാ ഉള്ളൂ. അപ്പൊ ഈ വന്ന ഒരു 10-15 വർഷമായിട്ട് ഇവിടെ ഞാൻ കൃഷി ചെയ്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയതല്ലാതെ ഇവിടുന്ന് 1 രൂപ പോലെ നേടാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. കാരണം ഈ ആനയും കുരങ്ങും മളാനും എല്ലാം തിന്ന് ഒരു പുല്ല് പോലും നടത്തില്ല നമ്മുടെ പറമ്പിൽ. പശുവിനെ പോലെ തീറ്റിക്കത്തില്ല. അപ്പം അത് കാരണം കൊണ്ട് പുറത്ത് എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ.
എൻ്റെ ഭാര്യയെ വിട്ടിട്ട് എനിക്ക് പണിക്ക് പോകത്തില്ല. എനിക്ക് ഒരു ഭാര്യയെ വിട്ടിട്ട് പോയിട്ട് വന്നാൽ പിന്നെ എവിടെയാ എന്നതാ കൊണ്ടുപോയെന്ന് നമുക്കൊന്നും പറയാൻ പറ്റൂല. അത് കാരണം കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും കൂട്ടും, എനിക്കും ഭാര്യയും കൂട്ടായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് ഇതിന് ഇച്ചിരി ചിലവിന് പശുവിനെ ഉള്ളൂ. അതിനെ വിട്ടു പോയാൽ വരുമ്പം എള്ളുപോലെ കാണൂല. അതുപോലെ ഉള്ള ഭീഷണിയുള്ള സ്ഥലത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കടുവയൊക്കെ നമ്മൾ വീട്ടുമുറ്റത്ത് വന്നുള്ളതാ. ആ, വീട്ടുമുറ്റത്ത് നിന്നാണ് പട്ടിയെ പിടിച്ചത്. ഞാൻ കടുവേനെ എറിഞ്ഞ് പട്ടിക്കുഞ്ഞ് അന്ന് 2 മാസം പട്ടിക്കുഞ്ഞേ ഉള്ളൂ, ഇപ്പൊ ഇരിക്കുന്നുണ്ട്. ആ പട്ടിക്കുഞ്ഞ് വീട്ടിലേക്ക് പോയാലോ? ആ പട്ടിക്കുഞ്ഞാണ് 2 മാസം പട്ടിക്കുഞ്ഞ് ഉള്ളപ്പോഴാണ് ഞാൻ ആ പട്ടിക്കുഞ്ഞിനെ എറിഞ്ഞ് വീളിപ്പിച്ചിട്ട് വീട്ടുമുറ്റത്ത് ഇട്ടു പോയി പുലി. അത് വന്നിട്ട് ചെവിയിലെ മുറിവുണ്ടായിരുന്നു. അന്നത്തെ ഫോറസ്റ്റ് പറഞ്ഞത് അവർ കടുവ ഇവിടെ ഞങ്ങൾ വരുമ്പോ ഞാനും എന്റെ വീട്ടുകാർ വരുമ്പോ ഒരു കിടാവിന്റെ മുളുപ്പിൽ ഇങ്ങനെ കുത്തിയിരിക്കും. ആന പെറ്റ് കിടക്കുമായിരുന്നു ഇവിടെ. അന്നേരം ആന കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ കടുവ ഇങ്ങനെ ഒരു കിടാവിന്റെ മുളുപ്പിലുണ്ട് ഇങ്ങനെ കുത്തിയിരിക്കുക ആന കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പോയി പടക്കം പൊട്ടിച്ച് ആനയെ രസിച്ചു, ആ കടുവായിനെ ഓടിച്ചു വിട്ടിട്ട് ഇപ്പൊ മനുഷ്യൻ ഒരു പടക്കം പൊട്ടിക്കുമ്പോ ആനയായിരുന്നാലും കടുവായിരുന്നാലും ഓടുള്ളോ. ഓടിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നമുക്കിപ്പോൾ രാത്രിയിലെ എല്ലാ രാത്രിയും എനിക്ക് ശിവരാത്രിയാണ്. ഞാൻ പകലാണ് ഈ ഉറങ്ങുന്നത്. രാത്രിയിൽ ഉറക്കമില്ല. ഉറങ്ങിയിട്ടുണ്ടായിരുന്ന എൻ്റെ പശു പോലെ കാണൂല, എൻ്റെ പട്ടിയും കാണൂല. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പേടിച്ച് എത്ര കാലത്തേക്ക് ജീവിക്കും? ഒരു പരിധിയിൽ നമുക്ക് ജീവിക്കാണ്. ചേട്ടൻ വന്ന കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും എങ്ങോട്ടൊക്കെയാണ് പോയത്? അവർ ഇതുപോലെ അറിയിച്ചു ഈ പദ്ധതി പാസ്സാക്കിയിട്ടുണ്ടെന്ന്. അത് കേട്ടിട്ടാണ് പാവങ്ങൾ ഇതെല്ലാം ഇറങ്ങിയത്. ഇതെല്ലാം നമ്മുടെ സ്ഥലമാണ്. ആന ഇടിച്ചിറങ്ങി വന്നിട്ട് ഇതൊക്കെ ചേട്ടന്റെ സ്ഥലമാണ്. ഇതേ ആനപ്പുണ്ടോ. അപ്പൊ ഇതുപോലെയൊക്കെ അവസ്ഥ കേട്ടോ. സ്ഥിരം നമുക്ക് ഭയങ്കര ഭീഷണിയാണ് ഇവിടെ ഉള്ളത്. 5 മണിക്ക് ശേഷം ഇവിടെ വ്യൂ പോയിന്റിൽ കൂടെ ആൾക്കാർ വരുന്നത് ഞാൻ തടയുക. കാരണം അവർക്ക് എന്താ പറ്റുന്നതെന്ന് അറിയിച്ചില്ല, മനുഷ്യനല്ലേ. അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെയൊക്കെ എത്ര പെട്ടെന്ന് മനുഷ്യനെ ഇറക്കി വിട്ടിട്ട് അവർ ഈ ടൂറിസ്റ്റ് കേന്ദ്രം നടത്തട്ടെ, അവർ ഏറ്റെടുത്ത് നടത്തട്ടെ, ഒരു ഉത്തരവാദിത്തോടെ നടത്തട്ടെ. അല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ വന്നിട്ട് നമുക്ക് എല്ലാം ടൂറിസ്റ്റ് കേന്ദ്രമാണ് അറിയിച്ചിട്ട് നമ്മളെ ഇതിനെ കാട്ടിലെ ബന്ധപ്പെടുത്താൻ പാടില്ല. നമ്മളെ ഈ ഫോറസ്റ്റിലുള്ളവരെ ഇറക്കി വിട്ടിട്ട് ബാക്കിയുള്ള ജനങ്ങൾക്ക് ഇറങ്ങി വിടാതെ ഒരു റബിൾ വെച്ചിട്ട് ഫെൻസിങ് ഇട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നിൽക്കുക. അല്ലാതെ നമ്മളെ വന്നിട്ട് ഇവിടെ ഇരുന്ന് എന്നെ കാവൽക്കാരനായിട്ട് നോക്കുവച്ചായിട്ട് ഇരിച്ചിട്ട് അവര് ഗവൺമെന്റ് താഴേക്ക് ആന ഇറങ്ങാത്തതിന്റെ ആന ഇറങ്ങിയാൽ മൊത്തം താഴെ ഇറങ്ങും, കുരിശുവല്ലി വരയ്ക്ക് പോകും. അതിന് വേണ്ടിയിട്ടാണ് എന്നെ നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾക്ക് മനുഷ്യനക്ക് നല്ലത് ചെയ്യുക, മനുഷ്യങ്ങളെ ഇറക്കി വിട്ടിട്ട് ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്തിട്ട് ഇത് ടൂറിസ്റ്റ് കേന്ദ്രം ആക്കുവോ റിസൾട്ട് ആക്കുവോ അവർ അത് ചെയ്തോളുക. നമ്മളെ വന്നിട്ട് റിസൾട്ട് ആകും അത് ആകുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾക്ക് ഇപ്പോൾ പദ്ധതിയെ പാസ്സാക്കിയിട്ടുണ്ടോ ആ പദ്ധതി പാസ്സാക്കിയതുപോലെ ഞങ്ങളെ വന്യമൃഗം നമ്മുടെ പറമ്പിൽ ഇറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ഇറക്കി വിടുക. ഇതെല്ലാം നമ്മൾ ഇട്ടതാണ് ഫെൻസിങ്. അതൊക്കെ പോയില്ലേ? ആന കളഞ്ഞതാ. നമ്മൾ കൃഷിയുള്ളപ്പോൾ നല്ലപോലെ ചെയ്തു. 250 റബ്ബർ വെച്ചാ 250 ഒരു വിറകിന് പോലും ഇല്ല. ഇതാണ് ഈ ഫെൻസിങ് സജീവൻ സാർ ഇട്ട് കൊടുത്തതാ. ഞങ്ങൾ ഒറ്റയ്ക്കുള്ളോണ് ഓർത്തിട്ട് പുള്ളി ഇത് ഇട്ട് കൊടുത്തതാ. ഈ ഫെൻസിങ് സജീവൻ സാറാണ് ഇട്ട് കൊടുത്തത്. ഇത് ഇപ്പൊ വയക്കാൻ പോലെ ആൾക്കാർക്ക് അടിപിടി. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പം നമ്മള് പഞ്ചായത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈയിടെ വന്ന് നോക്കി വർക്കാക്കി. പഞ്ചായത്തിൽ ജോലി ചേട്ടനെ വിളിച്ചു പറഞ്ഞു. പുള്ളിയാണ് പറഞ്ഞു വിട്ടിട്ട് വായിക്ക് കറണ്ട് പാസ്സാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ വന്ന് നന്നാക്കി കൊടുത്തത്. അല്ലെങ്കിൽ ഇവർ കാല് പിടിച്ചാലും നേരത്തെ ആളില്ലാത്തപ്പോഴും ഈ സജീവൻ സാർ വന്ന് ചെയ്തായിരുന്നു. അതേ ആള് തന്നെ ഇന്നും ഉള്ളത്, മാറിയിട്ടില്ല. ഒരാൾ പോലെ കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല. അന്ന് ഇത്ര ആളെ വെച്ചുകൊണ്ടാണ് സജീവൻ സാറ് ഈ കൊട്ടൂർ പഞ്ചായത്ത് മുഴുവതും ഈ ഫോറസ്റ്റിലെ പെട്ട ഏരിയ മുഴുവതും പോയിട്ട് ഈ പണിയൊക്കെ എടുക്കുകയും പുള്ളിക്കാരൻ ചെയ്തു കൊടുക്കുകയും എല്ലാ നാട്ടുകാർക്ക് സഹായിക്കുകയും ഒരു പട്ടിയെ പിടിച്ചാലും അതിക്ക് ചികിത്സിക്കുകയും എല്ലാം ചെയ്ത് കൊടുത്തത് പുള്ളിയാണ്. ഇപ്പോഴുള്ള ഫോറസ്റ്റ് അതുപോലെ ചെയ്യുമായിരുന്ന ഒരു കുഴപ്പമില്ല നമുക്ക്. ഇതൊക്കെ കഴിഞ്ഞ വർഷം ഇറങ്ങി വന്നതാ. വിളിച്ചാ വരുന്നുണ്ട് അവർ വരുന്നുണ്ട്. പക്ഷെ വന്നാൽ ഇതുപോലെ ഇപ്പൊ വന്നിട്ടില്ലേ, ഇപ്പൊ നിങ്ങൾ ഇത്ര ഉത്തരവാദിത്തോടെ കേട്ടില്ലേ,
അതുപോലെ ആ ഉത്തരവാദപ്പെട്ടവർക്കില്ല. ഒന്ന് ആന എതിൽ പോയെന്ന് പറഞ്ഞാൽ അവർക്ക് പോലും അറിയിച്ചില്ല ആന എതിൽ പോയെന്ന്. സജീവ് സാറെന്ന് പറഞ്ഞാൽ ഈ ആന പോയുന്ന വഴിക്ക് പോയിട്ട് അത് പടക്കം പൊട്ടിച്ച് ഓടിച്ച് വിട്ടിട്ട് പിറ്റേ ദിവസം അന്ന് തന്നെ രാത്രിയും വന്നിട്ട് പിന്നെ ആന ഇറങ്ങുന്നുണ്ടോ നോക്കിയിട്ട് ആ രാത്രി മുഴുവൻ ഇവിടെ ഇരുന്നിട്ട് ആന ഓടിച്ച് കാട്ടിൽ കയറ്റി വിട്ടിട്ട് പുള്ളി പോകുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഫോറസ്റ്റ് അതുപോലെ ചെയ്യുമായിരുന്നു, നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മുടെ പറമ്പിൽ ഓരോ കശുമാവ് ഓടിച്ചുകൊണ്ടിരിക്കുക, ഡെയിലി ഇറങ്ങുക. ഈ കറണ്ടൊന്നും വിഷയമൊന്നുമില്ല ആനയ്ക്ക്. അത് പൊട്ടിക്കൂല? അതൊക്കെ പൊട്ടിക്കും, ചവിട്ടി ചാവിച്ചിട്ട് നമ്മുടെ പറമ്പിൽ ഇറങ്ങും. എന്നാലും ആ സാധനം ഉള്ളതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഇങ്ങനെ രക്ഷപ്പെടുന്നു. അങ്ങനെ തൽക്കാലം രക്ഷപ്പെട്ടു പോകുന്നു. ഈ ഒരു വീട്ടുകാർ ഇവര് ഒറ്റയ്ക്കാട്ടോ ഇവിടെ താമസിക്കുന്നത്. ചേട്ടന് മക്കളുണ്ടോ? മക്കളില്ല, ഇവർക്ക് മക്കളും ഇല്ല. ഇവർ ഒറ്റയ്ക്കാട്ടോ ഭാര്യ ഭർത്താവ് ഇവിടെ താമസിക്കുന്നത്. വളരെ കഷ്ടമാണ് ജീവിതമൊക്കെ. പറ്റിയേ ഉണ്ടായിരിക്കും പറ്റിയേ ഉണ്ടായിരിക്കും കുട്ടി അണങ്ങരുത്. ഈ പട്ടിക്കുഞ്ഞാണ് 2 മാസം ഉള്ളപ്പോൾ പിടിച്ചത്. ഈ പട്ടിക്കുഞ്ഞിനെ 2 മാസമായുള്ളൂ ഇത് പിറന്നിട്ട്. ഇപ്പൊ 5-8 വയസ്സായി. ആ സമയത്ത് പിടിച്ചാൽ ആ സമയത്ത് കൊന്നു കളയാണ്. ഇത് ഇവിടെയൊക്കെ പുഴുത്തായിരുന്നു പുളി പിടിച്ചിട്ട്. അപ്പൊ മരുന്ന് മഞ്ഞപ്പൊടി ഈ പുക ചാറൊക്കെ കയറിക്ക കുട്ടി കയറി കുട്ടി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് പട്ടിയെ രക്ഷപ്പെടുത്തിച്ച. ഇതെൻ്റെ പശു ഇരിക്കുന്നത്. ഈ പശുവിനെയൊക്കെ പിടിച്ചോണ്ട് പോകണം ഓർത്തിട്ടാണ് ഡെയിലി രാത്രി കിടന്ന് ഉറങ്ങാതെ ഞാൻ നിൽക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ഉറക്കമില്ല. ചേച്ചിയുടെ പേരെങ്ങനെയാ? എന്റെ പേര് പുഷ്പകുമാരി. പുഷ്പവല്ലിന്നും ഉണ്ട്, പുഷ്പകുമാരി എന്നും ഉണ്ട്. ഞാൻ ജനിച്ചു വളർന്ന ഇവിടെ തന്നെ. എന്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ. അമ്മ മരിച്ചുപോയി, ആങ്ങളെ മരിച്ചുപോയി. പിന്നെ അച്ഛനെ കൊണ്ടിപ്പം അച്ഛന്റെ വീട് താഴെ ഇവിടെയുള്ള ഈ പറമ്പ് തന്നെ. അന്നേരം അച്ഛന് പിന്നെ ആങ്ങളയ്ക്ക് ക്യാൻസർ ആയിരുന്നു. എന്നിട്ട് പിന്നെ അനിയത്തിയുടെ വീട്ടിൽ കൊണ്ട് വിട്ടു. നമ്മൾ തന്നെയല്ലേ ഉള്ളു ഇവിടെ. അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് നോക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ഛനെ അങ്ങ് അനിയത്തിയുടെ വീട്ടിൽ കൊണ്ട് വിട്ടു. ഇവിടെ ഈ കോഴിക്കോടിന്റെ അവിടെ നിന്ന് ഈ തെങ്ങ് പറിക്കാൻ ഈ മുറ്റത്ത് വരെ ആന വന്നതാ. ഈ തെങ്ങ് പറിക്കാൻ വേണ്ടി ഇവര് താഴെ അച്ഛനെ ഞങ്ങൾ കൊണ്ടുവിട്ടേച്ച് താഴെ വീട്ടില് ലൈറ്റ് ഇടാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ ഒരാന ഇങ്ങോട്ട് ആന എന്ന് പറഞ്ഞപ്പോഴത്തേനും ഒരാന ഇങ്ങോട്ട് വന്നു, ഒരാന തിരിച്ചു ഓടി. ഈ മുറ്റത്ത് വന്നിച്ച് ഒരാന താഴോട്ട് ഓടി, ഒന്ന് തിരിച്ച് അങ്ങോട്ടും. ഇപ്പം കാർ ഇട്ടെടുത്തോട് അതിലേ കൂടെ. അതിപ്പോ 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ, 2 വർഷം ആയതേ ഉള്ളൂ. പുതിയതായിട്ട് ഇറങ്ങിയതോ? അത് ഇന്നലെ ഇറങ്ങി. നേരിട്ട് ഇന്നലെ കണ്ടു. ഇന്ന് രാവിലെ കണ്ടു. അതും പോത്ത് 2-3 പോത്തൊക്കെ, 2 പോത്തുണ്ടെങ്കിൽ അത് തിരിഞ്ഞു നിൽക്കും. കാട്ടുപോത്ത് 2 പോത്തുണ്ടായത്. ഇവിടുന്ന് കാറ് കിടക്കുന്നില്ലേ, അവിടുന്ന് 2 പോത്ത് പിന്നെ കണ്ടപ്പോൾ തിരിഞ്ഞു നിന്നു. പിന്നെ ഒരു പോത്ത് ഇതേ ഗേറ്റിന്റെ അടുത്ത് വരെ. അത് നമ്മൾ ഒച്ച വെച്ചപ്പോഴത്തേനും ഓടിപ്പോയി. ഒറ്റയാണെ ഓടിപ്പോയി, 2 എണ്ണം ഒക്കെ ഉണ്ട് തിരിഞ്ഞു നിൽക്കുക പോത്തുകൾ. ഞങ്ങൾ DFO ഓഫീസിൽ പോയപ്പം പറഞ്ഞത്, ഞാനും ആങ്ങളയുടെ കൊച്ചും കൂടെ പോയപ്പോൾ നാത്തൂൻ ചേച്ചിയും എൻ്റെ ചേച്ചിയും കൂടെ പോയായിരുന്നു. അന്നേരം പറഞ്ഞ് പിന്നെ കൊട്ടൂർ പഞ്ചായത്തിലെ പഞ്ചായത്തുകാർ സ്റ്റേ കൊടുത്തിരിക്കുക. അത് സ്റ്റേ പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്ഥലം ഏറ്റെടുത്തിട്ട് ഇറക്കി വിടാമെന്ന് പറയുന്നു. സ്റ്റേ കൊടുത്തിരിക്കുകയാണ് ഈ പദ്ധതിക്ക് സ്റ്റേ കൊടുത്തു എന്നാ DFO പറഞ്ഞ്. അതെന്തുകൊണ്ടാന്ന് അന്വേഷിച്ചോ? അത് എന്നാന്ന് ചോദിച്ചാൽ ഒരു 800 പേരെങ്ങാണ്ട് വേറെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 800 പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇറങ്ങാനായിട്ട്. ഇവിടുന്ന് നമ്മളെ ഈ റോഡ് ഈ താഴത്തെ റോഡില്ല, പിന്നെ മൺറോട്ടിലോട്ട് കയറിയില്ലേ, അതിന്റെ താഴോട്ട് എടുക്കുകയല്ല, മുകളിലോട്ടുള്ളവരെയാണ് എടുക്കുന്നത്. ആദ്യം ഇവര് കണക്കെടുത്ത് പോയിരിക്കുന്ന അങ്ങനെ, റീഡിങ് എടുത്ത് പോയിരിക്കുന്ന അങ്ങനെ. അന്നേരം പിന്നെ അതിന് താഴോട്ട് നമ്മുടെ എല്ലാം കുറച്ച് പേരുടെ ആ ഭാഗം മക്കോളി ബാബു കുറെ പേരെ പിന്നെ അവിടെ ആ ഭാഗംകാരെ ഇറക്കി വിട്ടു. ബാബുവിന്റെ വീട്ടിൽ 5 മക്കൾ, എത്രയോ മക്കളുണ്ട്, അവർക്കെല്ലാം 5 പേർക്ക് 5 സെന്റ് എഴുതി. മക്കൾ എത്ര പേരുണ്ടോ അവർക്ക് 5 സെന്റ് എഴുതിയിട്ട് അച്ഛൻ്റെ അമ്മയുടെ സ്ഥലം അവിടെ ഇട്ടിട്ട് അതിന്റെ നടുക്കൂന്ന് 5 സെന്റ് വീതം എഴുതിയിട്ട് അവരുടെ 15 ലക്ഷം വീതം മേടിച്ചോണ്ട് പോയി. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ ഉള്ളു ഇവിടെ, ഞങ്ങളെ ഇറക്കി വിടണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അനിയത്തിയും പറഞ്ഞു അവരേലും ഒന്ന് ഇറക്കിയിട്ട് നമുക്ക് ഈ പശുക്കളെ ഉള്ളൂ ജീവിക്കാൻ മാർഗം. ഇവിടുന്ന് ഈ പൈസ കിട്ടിയാൽ നമുക്ക് എവിടെയെങ്കിലും പോയിട്ടൊരു ജീവിക്കാമല്ലോ. അന്നേരം അവൻ പറഞ്ഞു, ബാബു പറഞ്ഞു എന്നാ, ബാബു എൻ്റെ കൂടെ പഠിച്ചതാണേ, അതുകൊണ്ട് അവനെന്ന് ഞാൻ പറയുന്നത്. പിന്നെ ബാബു പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ, പുഷ്പേ ഞാൻ പോവുകയാണെങ്കിൽ നിന്നെ ഇവിടുന്ന് ഇറക്കിയിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അവർ പൈസ മേടിച്ചോണ്ട് അവൻ്റെ അമ്മായിമ്മ റോഡ് വക്കത്ത് മരിച്ചു പോയതാ. അവരുടെ സ്ഥലം ഏറ്റെടുത്തു. അവരുടെ ചേട്ടനിയന്മാരുടെ, ബാബുവിന്റെ പെങ്ങന്മാരുടെയും അനിയന്മാരുടെയും ഒക്കെ സ്ഥലം എല്ലാവർക്കും 15 വെച്ച് കിട്ടി. 2 പെങ്ങന്മാരും ഉണ്ട്,
മൂന്നാണുങ്ങളും ഉണ്ട്. അങ്ങനെ 5 മക്കളുണ്ട് ഇവര്. അന്നേരം അവരുടെ എല്ലാ സ്ഥലം ഏറ്റെടുത്തു, പൈസ മേടിച്ചു. ഈ അവരുടെ കുടുംബത്തിന്റെ നടുക്കുന്നാണ് ഇത് സ്ഥലം, പോർഷന്റെ അതിലേ അല്ല. പിന്നെ നമുക്ക് ഈ സൈഡ് എനിക്ക് ഇത് 10 സെന്റേ ഉള്ളൂ, ഇവിടെ അങ്ങോട്ടാ ഉള്ളത്. പിന്നെ ഇത് ചേച്ചിയോട് ഞാൻ മേടിച്ച 10 സെന്റാ. പിന്നുള്ള ഫോറസ്റ്റിന്റെ അതിരാ, 10 മീറ്റർ പോലും ഇല്ല ഫോറസ്റ്റിന്റെ അതിര്. കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത സ്ഥലത്തിന്റെ ആനത്താരിക്ക് പണ്ട് എടുത്തിട്ടുണ്ട്. ആ സ്ഥലത്തിന്റെ അതിരാണ് ഞങ്ങളുടെ സ്ഥലമുള്ളത്. എന്നിട്ട് നിങ്ങളെ എടുത്തില്ല? ഞങ്ങളുടെ എടുത്തിട്ടില്ല. അവരൊക്കെ എവിടെയുള്ളവർ? ഒത്തിരി താഴെയുള്ളവർ. ആരാ? ഇപ്പൊ പറഞ്ഞ ആൾക്കാർ. ബാബുവിന്റെ മക്കളി അതാ അതിലെ ചാമനാട്ടോട്ട് പോയില്ല അന്ന്, ആ റോഡ് പക്കത്ത് തന്നെയാണ്. മുകളില് 2-3 വീട്ടുകാരുണ്ട്. ഈ ബാബുന്റെ അമ്മായിമ്മയുടെ സ്ഥലത്തിന് നേരെ മുകളില് 2-3 വീട്ടുകാരുണ്ട്. ചാമനാട്ടുകാര് അവരെല്ലാം ഇറക്കി വിടാതെ നേരെ താഴെ ഉള്ളതാണ് അവർ അമ്മായിമ്മയുടെ. അവരത് മാത്രം എടുത്തുകൊണ്ട് പോയി. അതേപോലെ മേളിലുള്ള ഒരു ചെറുക്കനുണ്ട്, ഒരു ആക്സിഡന്റ് ആയ ചെറുക്കനാ, അവരത് എടുത്തുകൊണ്ട് പോയി. അവർ താമസം ഇല്ലാത്തവരുടെ അവർക്ക് എല്ലാവർക്കും ഓരോ യൂണിറ്റ് വെച്ച് കാല് മുറിച്ച് കളഞ്ഞ് ഹോമാശേജി കിടക്കുന്ന വർഷങ്ങളായി പിന്നെ മലപ്പുറത്തങ്ങാണ്ടുള്ള ആ ചെറുക്കനും കൊടുത്തു 15 ലക്ഷം, അതിന്റെ പെങ്ങൾക്കും കൊടുത്തു, അവരുടെ അച്ഛനും കൊടുത്തു. കൈനിക്ക വർക്കി എന്ന് പറഞ്ഞ ആളുടെ സ്ഥലം ആ നടുക്കുന്നാണ് ഇതൊക്കെ എടുക്കുന്നത്. ഇത് മക്കളി ബാബുവിന്റെ അമ്മാവനാണ് ഈ കൈനിക്ക വർക്കി എന്ന് പറഞ്ഞ ആള്. അവരുടെ മനു എന്ന് പറഞ്ഞ ചെറുക്കൻ ഹോമാശേജി കിടക്കുന്ന 2 കാല് മുറിച്ചതാ. അവന്റെ സ്ഥലം എടുത്തു. അവന്റെ പെങ്ങള് ഡോക്ടറാണ്. ആ അവരുടെ അവക്കും ഒരു പിന്നെ വീതം കൊടുത്ത് അങ്ങനെ 45 ലക്ഷം അവർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അർഹതപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല? ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് നമുക്ക് 15 ലക്ഷം ഉള്ളെന്ന് പറയുന്നു. ആ 15 കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. വാടക കൊടുക്കാൻ കാശില്ല. പടക്കം പൊട്ടിച്ചിട്ട് മാസം തികയാതെ പശു വരെ പ്രസവിച്ചു പോയി. അതുകൊണ്ട് അതിനും ഈ വർഷം പാലുമില്ല. ആന വന്നപ്പോ പടക്കം പൊട്ടിച്ചു. മാസം തികയാതെ പശു പ്രസവിച്ചു. 25 ലിറ്റർ പാല് കിട്ടുന്ന പശു. 25 ലിറ്റർ പാല് കിട്ടുന്ന പശുവായിരുന്നു. രാവിലെ ഇപ്പൊ 7 ലിറ്റർ ഉണ്ട്, ഉച്ചയ്ക്ക് 3 ലിറ്റർ. അതുകൊണ്ടാണ് ഞങ്ങളുടെ പശുവിനും കൊടുക്കണം. മാസം തികയാതെ പ്രസവിച്ചിട്ടുണ്ട്. പശുവിനും കൊടുക്കണം, ഞങ്ങൾക്കും ഉള്ള ഇതേ ഉള്ളൂ. ഒരു മരിച്ചെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരില്ല. 1-1.5-2 കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ആരുമില്ല. അതങ്ങ് താഴെ നമ്മുടെ 7 ഏക്കർ സ്ഥലമായത്. 7 ഏക്കർ 18 ആ റോഡ് കൂടി 7 ഏക്കർ 18 സെന്റ് സ്ഥലമുണ്ട്. ഈ പറമ്പിലൊന്നും പുല്ലില്ല. ഇവിടുന്ന് ഞങ്ങൾ ഒച്ച വെച്ച് കഴിഞ്ഞാൽ പാറയിലെ സാബുവിനെ അറിയോ? നെല്ലോടിപ്പള്ളി അറിയോ? അവരൊക്കെയാ കേട്ടിട്ട് ഇവിടെ ആന ഓടിക്കാൻ. അതുപോലത്തെ റോങ് ആണ്. ഇവിടെ 2 കിലോമീറ്റർ ചുറ്റളവ് ആളില്ല. പിന്നുള്ളത് അങ്ങ് താഴെ കണ്ട ഒരു പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയിരിക്കുന്നത് ട്രാൻസ്ഫോമർ. ആ ട്രാൻസ്ഫോമറിന്റെ അടുത്താ വീടുള്ളത്, താമസമുള്ള വീട്. അത്രയും താഴെ പോണം. ഞങ്ങൾ മരിച്ചെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ പോർച്ചുകാർ കയറി വരുന്ന അല്ലാതെ ആരുമില്ല. ഞങ്ങൾ ആരും വരികയല്ല. എന്തായാലും അറിഞ്ഞാൽ അവര് ഇത് അന്വേഷിക്കാൻ വരുമ്പോ ഇവിടെ വന്ന് നോക്കുമല്ലോ. അങ്ങനെ ഞങ്ങളെ കാണുള്ളൂ. ആരും നമ്മൾ പൈസ എത്ര കൊടുത്തു? സ്ഥലം കടുത്ത കിടന്ന മാല ആങ്ങളയ്ക്ക് ക്യാൻസർ. അമ്മ മരിച്ച് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ആങ്ങളയ്ക്ക് ക്യാൻസർ എന്നറിഞ്ഞു. എന്നിട്ട് ഞാൻ അച്ഛനും ഈ 7 ഏക്കർ അനിയത്തിയുടെ വീതം അനിയത്തി കൊടുത്തു, ചേച്ചിയുടെ വീതം ചേച്ചിയും കൊടുത്തു. നാത്തൂൻ ചേച്ചിക്കും അച്ഛനും ആങ്ങളുടെ സ്ഥലത്തിനും ഒന്നും പൈസ കൊടുക്കാനില്ലായിരുന്നു. എന്നിട്ട് ഞാൻ കഴുത്ത കിടന്ന മാല കൊണ്ട് പണയം വെച്ച് ആ അളവ് കൂലി കൊടുത്തത്. 1 ഏക്കറിന് ഒരു ആധാരത്തിന് 2000 രൂപ വെച്ച് കൊടുത്തു. 35,000 രൂപ 40,000 രൂപയോളം ഞങ്ങൾ കൊടുത്തു. 9 ആധാരമുണ്ട്. ഈ 9,000-നും കൂടെ ഉള്ള പൈസ ഞങ്ങൾ കൊടുത്തു, അളക്കാനായിട്ട് കൊടുത്തു. മക്കോളി ബാബു, പുത്തമ്പറമ്പി ബിജു, പിന്നെ ബിജു ആ കൂടെ വന്നത്. പിന്നെ ആരാ, ഒരു കേളകത്ത് പിന്നെ പ്ലാനൊക്കെ വരയ്ക്കുന്ന ഒരു ബിജു ഉണ്ട്. അങ്ങുള്ള അപ്പച്ചി എന്ന് പറയും, അവരുടെ സർവേരായിട്ട് നിൽക്കുന്നത് അവർ വന്നുള്ള ആളെന്ന്. ഞാൻ എന്നാ പറഞ്ഞു നമ്മൾ വില്ലേജിൽ നിന്ന് ഗവൺമെന്റ് ആണെങ്കിൽ വില്ലേജിൽ നിന്ന് ആളെ വിളിച്ചളക്കാന്ന് പറഞ്ഞപ്പോൾ മക്കോളി ബാബു എന്നോട് പറഞ്ഞ ഭാഗമാണ് പിന്നെ ഞാൻ ആളെ വിടുന്നുണ്ട്, അവരെ കൊണ്ട് അളപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവരെ കൊണ്ട് അളന്നാലേ ശരിയാകും. എല്ലാവരുടെയും പൈസ മാത്രം ഒരു 1.5 കോടി രൂപയോളം ഈ അളവുകാർ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ബാബുവും കൂടെ ബാബുവിനും ചേർത്തിട്ട് അളവുകാരനാണ്. അല്ലാതെ ഒരു ചെറിയ ഒരു ന്യൂസും കേട്ടു. ഞങ്ങൾ ഇപ്പൊ ആദ്യം സ്ഥലം പോയില്ലേ, ആ സ്ഥലം പോയവരുടെ അടുത്ത് ഇനി പോകാനുള്ളവർക്ക് വേണ്ടിയിട്ട് 5000 രൂപ വെച്ച് മേടിച്ചിട്ടുണ്ട്. ആധാരം ചെയ്തപ്പോ നേരത്തെ എഴുതി കൊടുത്തുള്ളോ, അവരോടെയും കൈപ്പറ്റിട്ടുണ്ട് ഈ പൈസ. ഞങ്ങളോട് ഒരു ആധാരത്തേക്ക് 1000 രൂപ വെച്ച് വേണമെന്ന് പറഞ്ഞാൽ അത് 2000 രൂപ കൈപ്പറ്റിട്ടുണ്ട്. പിന്നെ ഒരു 300 രൂപ വേണമെന്ന് പറഞ്ഞാൽ അതും കൈപ്പറ്റിട്ടുണ്ട്. അപ്പൊ പിന്നെ വന്നിട്ട് അവർ അളക്കണമെന്ന് പറഞ്ഞതിലാണ് വലിയ തുക പോയത്. ഞങ്ങൾക്ക് 6000 ഞങ്ങളുടെ മാത്രം പോയി. അതുപോലെ അച്ഛനക്ക് 3 പട്ടയുണ്ട്. 4 പട്ടയത്തേക്ക് 2000 വെച്ച് അച്ഛൻ തന്നെ ഒരു 8000 അല്ലേ. അച്ഛനക്ക് മാത്രം ഒരു 12,000 ഉണ്ട്. അതേപോലെ ഞങ്ങളുടെ ചേച്ചി, അതേപോലെ ഞങ്ങളുടെ കുടുംബത്തുകാർ മുഴുവനും ഓരോ ആളുകൾക്ക് 2 പട്ടയം വെച്ച് ഇത്ര പൈസ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവർ ഒരു 1.5 കോടി രൂപ ഏറെക്കുറെ അടിച്ചിട്ടുണ്ട് ഈ
പറ്റിയതില്ല പെട്ടവരുടെ മാത്രം. നമുക്ക് എന്നിട്ട് അത് മേടിച്ച് ഞങ്ങൾ പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഒരു വേലി വശം പ്ലാന് ഇപ്പം ചോദിക്കുന്ന അന്നേരം മക്കോളി ബാബു പറയുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ അളക്കാനെന്നാ പറയുന്നത്. ഇപ്പൊ നമ്മൾ ചോദിക്കുമ്പോ നീ പറഞ്ഞിട്ടല്ലേ അളക്കുന്നതെന്ന് ചോദിച്ചപ്പം ബാബു പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോട് അളക്കാനെന്ന്. ഇപ്പൊ ചില ആളുകളോട് ബാബു പറയുന്ന സ്ഥലമൊന്നും പോകൂല, നിങ്ങൾ പണിയെടുത്താണ്. ഇനി എന്റെ പറമ്പിലെ പണിയെടുക്കണ 10 ലക്ഷം രൂപ വേണം, എല്ലാം വനമായി പോയി പറമ്പ് തെളിച്ചെടുക്കണേന. അതേപോലെ ഓരോരാളുടെ സ്ഥലവും ഈ പൈസ കൊടുത്തിട്ടേ തെളിച്ചെടുക്കാൻ പറ്റുള്ളൂ. തെളിച്ചെടുത്ത് അതിൽ കൃഷിയൊക്കെ ചെയ്ത് വന്ന് പിന്നെ ഈ ആണശല്യത്തിൽ എങ്ങനെ ചെയ്യും? ഈ ആണയും കുറഞ്ഞ ഇറങ്ങാതെ ഇരുന്നാലല്ലേ മനുഷ്യൻ സന്തോഷമായിട്ട് ചെയ്യുള്ളൂ. ഈ ആണയും മഞ്ഞിമുറുമും കടുവയും പുലിയും ഇറങ്ങി ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് മുന്നിൽ പോകാൻ പറ്റൂല. അപ്പൊ എത്ര പെട്ടെന്ന് ഈ പദ്ധതി പാസ്സാക്കിയതില്ല ഒന്ന് ഇറക്കി വിടുക. ഇല്ല ഇങ്ങനെ ഇത് ഇറങ്ങാതെ ഇരിക്കുന്ന നമ്മുടെ പറമ്പിൽ ഇറങ്ങരുത്. കൃഷി ചെയ്ത് ഞങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കണം. നിങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ താല്പര്യം അല്ലേ? ആ അല്ല, നമുക്ക് അല്ലാതെ ജീവിക്കാൻ പറ്റിയല്ലോ. ഇപ്പം പറയുന്നത് എന്നാ, ഇപ്പം മരിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഒരു 10 രൂപയില്ല. പാലിന്റെ പൈസ കിട്ടുമ്പോൾ അരിയോ എന്തെങ്കിലും മേടിക്കും, പശുവിന് പിണ്ണാവോ ഒക്കെ മേടിച്ചു കൊണ്ടുവരും. അല്ലാതെ മരിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രോഗം വന്നെന്ന് പറഞ്ഞാൽ ആശുപത്രി പോകാൻ ഒരു 10 രൂപ ഞങ്ങളുടെ കയ്യിലെടുക്കാനില്ല. നമ്മൾ ഫോറസ്റ്റിൽ കൂടി നടക്കുന്നില്ല, നമ്മൾ വ്യക്തിയായിട്ട് പട്ടയ ഭൂമിയിലാണ് നമ്മൾ നടക്കുന്നത്. ആ പട്ടയ ഭൂമി മുഴുവൻ ആനയും കുരങ്ങും കടുവയും കാട്ടിയും പുലിയും മളാനും എല്ലാം ഇരിക്കുമ്പോൾ നമ്മൾ എതിൽ നടന്നു വരും. മനുഷ്യനക്ക് ഭീഷണിയില്ലേ? മനുഷ്യനക്ക് ഒരു സന്ധ്യ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് കണ്ണു കാണൂല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആക്രമിച്ചിട്ട് വന്നിട്ട് എനിക്ക് 10 ലക്ഷം രൂപ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? സംഭവിച്ചിട്ട് പൈസ കൊടുത്തിട്ട് ഇറക്കി വിട്ടാ ഞങ്ങള് ജീവനും കൊണ്ട് ഇവിടുന്ന് പോകൂലേ? അവിടെ പോയിട്ട് ഞങ്ങൾക്ക് വാടക കൊടുക്കത്തില്ലെങ്കിൽ ഉള്ള പൈസ വെച്ച് ഞങ്ങള് അവിടെ എവിടെ ചില ഒരു സെറ്റ് കൂട്ടിയിട്ട് അവിടെ ഇരിക്കാവുള്ളൂ. ഞങ്ങൾക്ക് ഉള്ള പൈസ നമ്മൾ പോയി ഇരിക്കാവുള്ളൂ. ഈ ബാങ്കുകാർ എന്തായാലും ബാങ്കുകാർ പൈസ പിടിച്ചിട്ട് നമുക്ക് ഈ ഭുവന ബാങ്കിലെ കടമുണ്ട്, ഗ്രാമീണത്തിൽ 1 ലക്ഷമുണ്ട്, ബാക്കി എല്ലാവർക്കും കടമുള്ള. എല്ലാം ഈ കടത്തിലാണ് ഈ സ്ഥലം ഉള്ളത് എല്ലാവർക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോ ഈ ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്തിട്ട് ഇതൊരു നല്ല വഴിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ആക്കണമെന്നൊക്കെ പറയുന്നു. ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ആക്കുവായിരുന്നാലേ നല്ലത് തന്നെയാ, അവർക്ക് വരുമാനം കിട്ടിക്കോട്ടെ. നമ്മൾ ഇറങ്ങിപ്പോയിട്ട് മനുഷ്യനായിട്ട് ജീവനോടെ അങ്ങോട്ട് രക്ഷപ്പെട്ട് നമ്മൾ ജീവിച്ചോളാമല്ലോ. ഇതൊക്കെ നല്ല കാര്യം തന്നെയല്ലേ. ഇതൊക്കെ ഏറ്റെടുത്തിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കത്തില്ലേ? നമ്മൾ ഈ വനത്തിൽ കിടന്നിട്ട് ഒരു പൈസ ആധാരമില്ലാതെ ഇങ്ങനെ ഒരു ആദായമില്ലാതെ നീതി അടയ്ക്കാൻ പോലെ ആദായമില്ല നമുക്ക്. പിന്നെ പോർച്ചുകാർ പറഞ്ഞു വന്നിട്ട് ഡെപ്യൂട്ടി റേഞ്ചർ വന്നേച്ച് പറഞ്ഞു ആന ഇറങ്ങിയതിന് കശുമാവൊക്കെ കളഞ്ഞ് അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ വർഷത്തെ നികുതി പോലും ഞാൻ അടച്ചിട്ടില്ല. പിന്നെ അപേക്ഷ കൊടുക്കണമെങ്കിൽ പോലും നികുതി പോലും അടയ്ക്കാൻ. ഈയിടെ മിനിഞ്ഞാന്ന് വന്നപ്പോഴും പറഞ്ഞു, പിന്നെ മിനിഞ്ഞാന്ന് പടക്കം കൊണ്ടു തന്നായിരുന്നു. അന്നേരം അവരോട് അവർ പറഞ്ഞു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞപ്പോൾ നികുതി അടയ്ക്കാൻ നമ്മുടെ കാശില്ലാതെ അപേക്ഷ കൊടുക്കാൻ പറ്റുകയല്ലോ. ഞങ്ങൾ ഇപ്പൊ വിലക്ക് മേടിക്കുക. 150 തെങ്ങുണ്ടായിരുന്ന ഇനി ഒരു 3-4 തെങ്ങ് നിപ്പുണ്ട്. അതിലും നമുക്കൊന്നും കിട്ടൂല. മലയെണ്ണാൻ കയറിയിട്ട് തുറന്നു വെച്ച് ഇഞ്ചിലേവ് മൊത്തം എടുക്കും, എല്ലാം കളയുക. മുകളില് മലയെണ്ണ, താഴെ വീന്ന മുള്ളനും പന്നിയും വരുന്നു. അപ്പം പന്നി അപ്പൊ എല്ലാം ഇവിടെ ഇല്ലാത്ത മൃഗം സിംഹം മാത്രമില്ല, സിംഹം ഒഴികെല്ലാം ബാക്കി എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. പെരുമ്പാമ്പ് തൊട്ട് ഈ പ്രദേശത്തിലുണ്ട്. അപ്പൊ അങ്ങനെയല്ല നമ്മൾ കണ്ടിട്ടാണ് അതെല്ലാം ജീവിക്കുന്നത്. ഈ പറമ്പിലാണ് അങ്ങനെയല്ല നമ്മൾ വന്നിട്ട് ഇതിനകത്ത് എത്ര നേരം നമ്മൾ ജീവനെ കൈ പിടിച്ചോണ്ടിരിക്കും. ഒരു നേരം ഇല്ലെങ്കിൽ മനുഷ്യനക്ക് എങ്ങനെ സംഭവിക്കുന്നത്? ജീവനല്ലേ. ഇപ്പൊ മനുഷ്യനറിഞ്ഞാൽ പറഞ്ഞു നിർത്തായ എന്നെ അടിക്കരുതാണ് പറയാം. ഒരു പാമ്പോ ഒരു പുളിയോ കടുവയുടെ ഒരു മുമ്പ് വന്നിട്ട് എന്നെ കടിക്കരുതെന്ന് പറഞ്ഞാൽ നിൽക്കുവോ? അതൊക്കെ നമ്മൾ മനുഷ്യൻ ചിന്തിക്കേണ്ട. ഈ ഗവൺമെന്റ് ഇപ്പൊ പുതിയൊരു ഗവൺമെന്റ് വന്നിട്ടുണ്ട്. ആ ഗവൺമെന്റ് മനുഷ്യനക്ക് കണ്ണു തുറന്ന് ഇങ്ങനെ ഒന്ന് ഇറക്കി വിടണം എன்ற ഒരു പദ്ധതി ഈ പദ്ധതിയെ എത്ര പെട്ടെന്ന് പാസ്സാക്കുവായിരുന്ന അത്രയ്ക്ക് വളരെ ഉപകാരം ഈ ഗവൺമെന്റ് വന്ന ഗവൺമെന്റ്. പോയ ഗവൺമെന്റ് ഏതായാലും പോട്ടെ, നമ്മൾ ഇനി അവർ ഒരു പദ്ധതി പാസ്സാക്കിയല്ലോ. ആ പദ്ധതി പാസ്സാക്കുന്നത് അവരുടെ രീതിയാകട്ടെ. ഇനി ഈ പദ്ധതി നടപ്പിലാക്കാവുള്ളൂ അവർക്ക്. ഏതായാലും അന്ന് പ്രതിപക്ഷ പാർട്ടിയായിരുന്നു UDF, ഇന്ന് ഭരണപക്ഷ പാർട്ടിയായല്ലോ. അപ്പൊ ഇവർക്ക് ഇത് എത്ര പെട്ടെന്ന് ചന്നി ജോസഫൊക്കെ ബന്ധപ്പെട്ട് അതേപോലെ വനവകുപ്പ് മന്ത്രിയെ കണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ ഇതുപോലത്തെ വനത്തല്ലേ നമ്മൾ ഇങ്ങനെ കിടന്ന് നിറയിക്കുമ്പോ അവർക്കൊന്ന് കൊടുത്തിട്ട് ഇറക്കി വിട്ടിട്ടേ. ഇനിയിപ്പോ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇറങ്ങാൻ താല്പര്യമുണ്ട്? ഞങ്ങൾക്ക് ഇറങ്ങാൻ പൈസ കിട്ടിയാൽ ഞങ്ങൾ ഇറങ്ങിപ്പോകും. ആൾക്കാരുമില്ലല്ലോ, ആരുമില്ലാതെ. എന്നാന്ന് വെച്ചാൽ ഇവർ ഈയിടെ ഒരു മരണത്തിന് പോയിട്ട് വന്ന് ഞാൻ അന്ന് 4 ദിവസം ഞാൻ തന്നെയോ ഈ വീട്ടിലുള്ളൂ. എനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു മനുഷ്യരുമില്ല. അതേപോലെ ഒറ്റയ്ക്ക് ഇവര് അവിടുന്ന് പിന്നെ ട്രെയിനെ കയറിയപ്പോ തൊട്ട് ഞാൻ വിളിക്കുന്നതാ. ഞാൻ ആന 7 മണിക്ക് ആന ഇവിടെ വന്നതാ. 7 മണിക്ക് ഈ ഇവിടെ നമ്മുടെ അതിരയില് അവിടെ വന്ന് നിന്നിട്ട് നമ്മുടെ പറമ്പിലായിരുന്നു. പറമ്പിൽ നിന്ന് ഞാൻ അപ്പുറം പടക്കം കൊണ്ട് നിലത്ത് വെച്ച് പൊട്ടിച്ചു. കരികലെല്ലാം ഉണക്ക പുല്ലും എടുത്തിട്ട് വാരിയിട്ടിട്ട് പൊട്ടിച്ചു. ഇത് കഴിഞ്ഞ മാസം മെയ് ഒരു 15-16 തീയതി. എന്നിട്ട് ഞാൻ പോർച്ചുകാരെ വിളിച്ചു. 12 മണിയായി പോർച്ചുകാർ വരുമ്പോ.
ലാസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു. റേഞ്ച് ഓഫീസിൽ വിളിച്ച് പിന്നെ വാച്ചർമാരെ കുമ്പങ്കല ബിനോയിയെ വിളിച്ചു. ബിനോയിയാണ് പിന്നെ വേറൊരു വാച്ചറേയും കൂട്ടി വന്നത്. രാത്രി 12:30 മണിയായപ്പോൾ ഇവിടെ വരുന്നത്. വന്നിട്ട് ഓടിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് 2 മണിക്കായി ഇവർ വരുന്നത്. അന്നേരം വഴിയിൽ ആന കാണും. ഞാൻ വിളിച്ച് പറഞ്ഞില്ല, അവർ വന്നില്ലെങ്കിൽ ആനയുടെ അടുത്താണ് ഏറ്റുമുട്ടും. വിളിച്ചിട്ട് കിട്ടിയില്ല. പല പ്രാവശ്യം ഇവരെ വിളിച്ചോണ്ടിരിക്കും ആന. പിന്നെ ലാസ്റ്റ് നീണ്ടോക്കി വന്നപ്പോ എന്നെ വിളിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു പോർച്ചുകാർ വന്ന് ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. ഇങ്ങോട്ടൊക്കെ ഓട്ടോറിക്ഷ ഒക്കെ വരുമോ? ഓട്ടോറിക്ഷ വരും. 250 രൂപ കൊടുക്കണം. ജീപ്പ് വിളിച്ചാൽ 600 രൂപ കൊടുക്കണം. മറ്റേ ജീപ്പില് 2 വകയുണ്ട്. ടാക്സി ആയിട്ട് ഓടുന്നവർക്ക് 600 രൂപയും 800 രൂപ 800 രൂപയും ബാക്കിയുള്ളവർക്ക് പ്രൈവറ്റ് ട്രെയിന് അവരൊക്കെ പൈസ കുറച്ച് മേടിക്കുന്നത്. നമുക്ക് ലാഭമുള്ള സ്ഥലത്തിലല്ലേ നമ്മൾ പോവുള്ളൂ. നമുക്കിപ്പോ 100 രൂപ ലാഭം കിട്ടിയാൽ അവിടെയല്ലേ പോവുള്ളൂ. ഈ പറമ്പിൽ ഇല്ലാത്ത സാധനം ഒന്നുമില്ലായിരുന്നു. ഓറഞ്ച് മരം തൊട്ട് എല്ലാ ആദായം നട്ടു വളർത്തിയ ഒരു പറമ്പായിരുന്നു ഞങ്ങളുടെ പറമ്പ്. ഒന്നുമില്ല. നിങ്ങൾ ഒരു ദിവസം നല്ലപോലെ മഞ്ഞില്ലാത്തപ്പം നമ്മുടെ പറമ്പ് മൊത്തം ആണച്ചാല ഫുള്ള് ജെ സി ബിക്ക് കുഴിയെടുത്തിട്ട് പിന്നെ റബ്ബർ വെച്ചതായിരുന്നു. ഒരു വിറകിന് പോലും ഒരു റബ്ബറില്ല. ഇപ്പം വെട്ടേണ്ട പ്രായമായി. 7 വർഷമായതാ. പിന്നെ ഒരു 10-20 കശുമാന്തൈ മാത്രമുണ്ട് ഞങ്ങൾക്ക്. ബെഡ് കശുമാന്തൈ. പൂവണ ബാങ്കിൽ കടമെടുത്തിട്ട് 60,000 എടുത്തത് 2 ലക്ഷത്തിന് മേലെയായി. കഴിഞ്ഞ വർഷം 2,000 അതിലും മേലെയായി. മലാനിത ഇവിടെ നമ്മൾ ലൈറ്റ് അടിക്കുമ്പോ മലാനിത ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ വന്നിട്ട് മലം കിടക്കും. ഈ ടാങ്കില്ലേ, ഈ വെള്ള ടാങ്ക്, ആ വെള്ള ടാങ്കിൽ വന്നിട്ട് ആനയും വെള്ളം കുടിക്കും, പോത്തും വെള്ളം കുടിക്കും. ബയോഗ്യാസിന്റെ തലയിട്ടിട്ട് മാന് വെള്ളം കുടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇവിടെയും ഈ ബയോഗ്യാസില്ലേ, ഇവിടെയും ഒന്ന് വെള്ളം കുടിക്കും. മനുഷ്യനെ ഒന്നും പേടിയില്ല. ഒരു പേടിയില്ല. മാനൊക്കെ 10-50 എണ്ണമൊക്കെ ഒന്നിച്ചാ വരുന്നത്. വെട്ടം കണ്ടിട്ട് പശുവിന്റെ ചാണകൂട്ടിന്റെ പേക്കുവശം കിടക്കുക. അപ്പൊ നമ്മൾക്ക് എന്നാ ഓർക്കും, നമ്മൾ ഇതെല്ലാം പിടിക്കാൻ പുലികൾ വീട്ടിൽ കയറി വരും. കയറി വരുമ്പോ നമ്മൾ പെട്ടുപോകും. ഉള്ളിൽ വിട്ടുപോകും. മലാനെ പിടിക്കാൻ വേണ്ടി കയറി വരും. ചെന്നായി ഞാൻ നോക്കുമ്പോ ഇതിലേ 2-3 ചെന്നായി ഞാൻ ഇവിടെ നിൽക്കുക. ഈ വാതക്ക് ഇവിടെ നിൽക്കുക. 2-3 ചെന്നായി ഇതിലേ പേടിയില്ലാതെ കയറിയിട്ട് ഈ പേക്ക് കൂടി പോയിട്ട് പശുക്കുട്ടിന് മുകളിലോട്ട് ചാടിപ്പോയി. ചെന്നായി കാട്ടുപെട്ടി. ഇപ്പൊ 2 പ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് പാല് പോയി. ചെന്നായെ കണ്ട് ഓടിയിട്ട്. ചെന്നാ നമ്മുടെ നേരെ ഇങ്ങോട്ട് വരുക. അപ്പൊ ഇത് നമ്മൾ ഇത്ര ഭീഷണിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഒരു വരുമാനം എന്ന് പറയുന്നത് ഒന്നുമില്ല. നമുക്ക് ഈ കൃഷിയായിരുന്നു. ആ കൃഷി മൊത്തം കളഞ്ഞിട്ട് ഇനി നീതി അടയ്ക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അച്ഛനടുത്ത് പോയി ചോദിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നീതി അടയ്ക്കണില്ല. ഇത് വയസ്സായി 87 വയസ്സായി. അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ തരുവോ? നമുക്ക് അച്ഛൻ തരുവോ? അവർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമല്ലേ ചെയ്യേണ്ടത്. ഞാൻ പണിക്ക് പോകുമായിരുന്ന കുഴപ്പമില്ലായിരുന്നു. ഈ കുടുംബം കഴിഞ്ഞു പോയനെ. ഞാൻ പണിക്ക് പോയിട്ട് വരുമ്പോ എന്റെ ഭാര്യ കാണുമില്ല, പശു കാണുമില്ല. ആരെ വിശ്വസിച്ചിട്ട് നമ്മൾ വിട്ടിട്ട് പോകും? ഇവിടെ ചുറ്റളവുക്ക് 2 കിലോമീറ്റർ പോലും മനുഷ്യന്മാരില്ല. ഇവിടെ ആളില്ല. ഈ മനുഷ്യന്മാരൊക്കെ ഇവിടെ താമസിച്ചിരുന്നവരെ ഈ ഫോറസ്റ്റുകാർ തന്നെ ഈ പദ്ധതിയെ പാസ്സാക്കുവാന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഇറങ്ങിപ്പോയതാ ആശിച്ചിട്ട്. കാരണം നമുക്ക് പൈസ പാസ്സാകുന്നുണ്ടോ? അവർ പറഞ്ഞു നിങ്ങൾക്ക് വീട് ഇരുന്നാലും വലിയ ബംഗ്ലാ ഇരുന്നാലും വലിയ കൃഷി ഇരുന്നാലും ഈ 15 ലക്ഷമേ കിട്ടുള്ളൂ. അതെന്ന് പറഞ്ഞ കാരണം കൊണ്ട് അവർ ഒന്നും ചെയ്യാതെ ശരി നമുക്ക് എന്തിനാ പണിയെടുത്തിട്ട് ഈ 15 ലക്ഷം കിട്ടുന്നുള്ളൂ. അത് കാരണം കൊണ്ട് അവർ ഇറങ്ങിപ്പോയിട്ട് ഇപ്പൊ വർഷങ്ങളായി. പാവങ്ങൾ അവരും പോയവർ കുടുങ്ങി പോയിട്ടുണ്ട്. ചിലവർ വാടകയ്ക്ക് ഇരിപ്പുണ്ട്. കുറെ പേർക്ക് ജോലിയുണ്ട്. മക്കളൊക്കെ അവരുടെ രീതിക്ക് പോയി. ഇനി ഞങ്ങളെപ്പോലെ ആൾക്കാർ ഇങ്ങനെ കുടുങ്ങി കിടപ്പുണ്ട്. നമ്മൾ ഇപ്പോൾ പണിക്ക് പുറമെ എനിക്ക് പണിക്ക് പോയിട്ട് ഇപ്പം ഒരു മെക്കാനിക് പണിക്ക് പോയിട്ട് വന്നാൽ എനിക്ക് വീട്ടിൽ വരുമ്പോൾ ഒരു 6-7 മണിയാവും. 7 മണിക്ക് ഞാൻ വരുമ്പോൾ ആന അവിടെ ആയിരിക്കും. ചിലപ്പം എന്നെയും ആയിരിക്കും ആന തട്ടുന്നത്, അല്ല ഇങ്ങനെ എൻ്റെ ഭാര്യയുമായിരിക്കും തട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഇപ്പം ഭാര്യയ്ക്ക് നാനും കാവളും ഭാര്യ എനിക്ക് കാവളായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഈ കാവളായിട്ടിരുന്നാൽ ഞങ്ങളുടെ വയറ്റുകാത്ത വല്ല പോകണ്ടേ? ഞങ്ങൾ മേടിച്ച പൈസയൊക്കെ കൊടുക്കണ്ടേ? നമ്മൾ എവിടെ പോവും? ഒന്നിനും നമുക്ക് ഗതിയില്ലാതെ കൊണ്ടല്ലേ നമ്മൾ ഇരിക്കുന്നത്. ഡെയിലി വർഷത്തിൽ എങ്ങനെയായിരുന്നാലും 2 കശുമാവ് 3 കശുമാവ് വെച്ച് ചായ്ക്കുക. ആകെയുള്ളവർ 10-15 കശുമാവുണ്ട്. ആ 15 കശുമാവിൽ ഒരു 5-8 എണ്ണം ഇപ്പം ചായച്ചു. ഇനിയുള്ളത് 5-8 എണ്ണം ഉള്ളൂ. അതും ഇനി എപ്പോഴാണ് ചായക്കുന്നത് പറയാനുള്ള. കഴിഞ്ഞ മഴയത്ത് ഈ കറണ്ട് കമ്പി ചായച്ചിട്ട് ഉള്ളോട്ട് കയറി വന്നിട്ട് നമ്മുടെ കശുമാവിനെ ചായച്ചു. അതിനെ ഫോറസ്റ്റുകാരോട് ഞാൻ പറഞ്ഞു പോയി അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്നത് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു 10-500 കിട്ടുകയുള്ളൂ. അവർ ഗവൺമെന്റിന്റെ വിലയാണ്. ഒരു തേങ്ങയ്ക്ക് അവർ ലക്ഷങ്ങളുള്ള മരങ്ങൾക്ക് അവർ കൊടുക്കുന്നത് 750 രൂപ ഒരു തേങ്ങ മരത്തേക്ക്. ഇതുകൊണ്ട് നമ്മൾ എത്ര വർഷം കൊണ്ടാണ് ഈ തേങ്ങ ഒരു കർഷകൻ ഉണ്ടാക്കുന്നത്? അതിൻ്റെ ബുദ്ധിമുട്ട് ഇവർക്കൊന്നും മനസ്സിലാക്കുന്നില്ല. ഇത് എത്ര പെട്ടെന്ന് നമ്മളെ ഇറക്കി വിട്ട് ഈ പദ്ധതിയിലുള്ളവർക്ക് പാസ്സാക്കാനാണ് നമ്മൾ പറയുന്നത്. ഒന്ന് പാസ്സാക്ക് പെട്ടെന്ന്.
അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ കുരങ്ങോ ആനയോ പുളിയോ ഇറങ്ങി വിടാതെ നിങ്ങൾ വെക്കുമായിരുന്നോ ഞങ്ങൾ പേടിയില്ലാതെ ഞങ്ങൾ ജീവിച്ചോളാം. നല്ല പടപ്പം പുല്ലുള്ള സ്ഥലത്തിൽ ഈ പച്ചക്കാടാണ് ഇപ്പോൾ പശുക്കൾക്ക് ചെച്ച് കൊടുക്കുന്നത്. പടപ്പം പുല്ലൊന്നും വെച്ചാക്കില്ല, മലാണ് മലാണ്. ഈ നട്ടുവെച്ച പുല്ല് വിടൂല. വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതൊക്കെ ചേട്ടൻ നട്ടുവെച്ച പുല്ല് നമ്മൾ ഒന്നും കിട്ടൂല. എത്ര വേണം നിങ്ങൾക്ക് ഇവിടുന്ന് ഒന്നെങ്കിൽ താഴെ ഇറങ്ങാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടണം. സംരക്ഷണം കിട്ടുക. കൃഷി ചെയ്ത് ജീവിക്കണം. ഞങ്ങൾക്ക് നമ്മുടെ പറമ്പിൽ ഇറങ്ങരുത്, ഒരു ജീവി ഇറങ്ങരുത്. അതേപോലെ ആനയെ കൊണ്ട് ശല്യമാണ്, കാട്ടിയെ കൊണ്ട് ശല്യമാണ്. ശല്യം മാത്രം കൃഷി മാത്രമല്ല, മനുഷ്യനൊക്കെ ജീവചുരുത്തലുണ്ട്. ഇവിടെ എപ്പം നമ്മളെ കൊല്ലുമെന്നൊന്നും പറയാൻ പറ്റില്ല. ജീവിച്ചിരുന്ന എപ്പോഴാച്ചുള്ള ഫോറസ്റ്റുകാർ വന്നിട്ട് ഞങ്ങളെ നോക്കി, ഇവിടെ 2 പേർ ചത്തുപോയാലോ, ഇവിടെ 2 പേർ ഉണ്ടായിരുന്നല്ലോ, എവിടെയാണ് നോക്കി വന്ന് അവർ വല്ല ഞങ്ങളെ പറഞ്ഞു കൊടുത്താൽ അവൾ ഇവിടെ 2 പേർ മരിച്ചു പോയി, ആന കൊന്നു, ഇല്ല കടുവ കൊന്നു, ഇല്ല പുലി കൊന്നു എന്ന് പറഞ്ഞ് നമ്മളെ ന്യൂസ് കൊടുത്താലുള്ളൂ. അല്ല ഈ പ്രദേശത്തിൽ ഒരു മനുഷ്യൻ വരൂല. 2 കിലോമീറ്റർ അപ്പുറം നിന്നാണ് ഞാൻ വെള്ളം കൊണ്ടുവരുന്നത്. ആ 2 കിലോമീറ്റർ അപ്പുറം നിന്ന് വെള്ളം കൊണ്ടുവരുന്നത്, ആ വെള്ളം വീട്ടിലെ വന്നിട്ട് എത്തുന്നതിനുമേ ഒന്ന് കാട്ടി ചവിട്ട് പൊട്ടും, ഇല്ല ഇങ്ങനെ ആന പൊട്ടിക്കും. ഈ വെള്ളം തിരിക്ക് തന്നെ ഒരു പണി തന്നെയാണ് നമുക്ക്. ഈ പദ്ധതി പ്രദേശം ആയതുകൊണ്ട് നിങ്ങൾക്ക് സ്ഥലം വിൽക്കാനും പറ്റൂല, ആധാരം ചെയ്യാനും പറ്റൂല. ആധാരം ചെയ്താലേ വിൽക്കാൻ പറ്റുള്ളൂ, ആധാരം ചെയ്യത്തില്ല. ഈ പദ്ധതി അപ്പം ഇങ്ങനെയെല്ലാം ഗവൺമെൻറ് നമുക്ക് ഭയങ്കര തടസ്സം ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെയെല്ലാം ഗവൺമെൻറ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കൊച്ചുമക്കൾക്ക് ഇനി പുള്ളിയുടെ വയസ്സ് പ്രായം കഴിഞ്ഞാൽ പുള്ളിക്ക് കിട്ടാൻ വേണ്ടിയത് കൊച്ചുമക്കൾക്കല്ലേ കിട്ടേണ്ടത്. അപ്പോൾ ഇത് ഒന്നുമില്ലാതെ പോയില്ല. അച്ഛൻ മരിച്ചു പോയാൽ പിന്നെ ആർക്ക് ഇത് കിട്ടും? കൊച്ചുമക്കൾക്ക് എഴുതി വെക്കണ്ടേ? ആധാരം വീണ്ടും പുതുക്കാനും പറ്റുന്നില്ല. പുതുക്കാൻ പറ്റൂല ഈ പദ്ധതി ആയതുകൊണ്ട്. വസ്തി എഴുതി വെച്ചത് അവരുടെ ആങ്ങൾക്ക്. അപ്പോൾ ആങ്ങളുടെ മക്കളുടെ പേരിൽ പുള്ളിക്ക് എഴുതി വെക്കണമെന്ന് വെച്ചാലും ഈ പദ്ധതി അവിടെ ആധാരം എഴുതിയാലല്ലോ. ഇപ്പൊ ഈ സമയത്ത് ആന ഉണ്ടോ മുകളിൽ? രാവിലെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഉച്ചയാകുമ്പോഴൊക്കെ കേട്ടതാ ഓടിക്കുന്ന സൗണ്ട് കേട്ടതാ. നിങ്ങൾ പിന്നെ ദിവസം കേൾക്കുന്നുണ്ട്, ഇത് വലിയ കാര്യമാക്കി എടുക്കുന്നത്. നമ്മൾ ദിവസം ഇതിന്റെ ഇതിലെങ്ങനെ വരിക? ഇത് ഈ മാവിന്റെ ഇലൂടെ വട്ടം കിടന്ന് പശുവിനെ ഞാൻ രാവിലെ കുളിപ്പിച്ചോണ്ടിരിക്കുമ്പോ ഇതിലെ വട്ടം കിടന്ന് പോകും. എന്നിട്ട് മോളിൽ ചെന്നേച്ച് കരയും. ഞങ്ങളുടെ വഴിച്ചാൽ അതാണ്. അത് ആന പിടിച്ച വഴിച്ചാളാ. ഇതിലെ തന്നെ ആന എല്ലാ ദിവസവും. ഇത് ആന വന്ന വഴിയിലാണ് ഞങ്ങള് വഴിയാക്കി എടുത്തെടുക്കുന്നത്. ഇതിലെ അപ്പൊ എല്ലാ ആന പോകുന്നുണ്ടല്ലോ. ഇത് ആന ഇറങ്ങിയ ചാളാ. ഈ ആന ഇറങ്ങിയ ചാലിലാണ് ഞങ്ങള് ഈ വഴിയാക്കി എടുത്ത. ഞങ്ങൾ അതിലായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. ഇത് കാട്ടുപോത്തിന്റെ വഴിയാ? ഇത് കാട്ടുപോത്തിന്റെ വഴിയാ. ഇത് കാട്ടുപോത്തിന്റെ കൽപ്പണാണത്. കാട്ടുപോത്ത് ഇതിലേ ഇറങ്ങി ഈ പറമ്പിൽ നിന്ന് ഇറങ്ങും. ഇതിലേ ഇറങ്ങും. വീട് ഇതാണ്, ഇതിലിങ്ങനെ. അപ്പൊ ഇത് സ്ഥിരമുള്ള വലിയ, അതായത് സകല മൃഗങ്ങൾ ഇറങ്ങി വരുന്ന ചാലുകളെല്ലാം ഇപ്പൊ ഇവരുടെ പറമ്പിൽ കൂടെ കേട്ടോ. മൊത്തം നമുക്ക് ഇവിടെ 7 ഏക്കർ സ്ഥലമുണ്ട്. ഇതൊക്കെ റബ്ബർ ഉണ്ടായിരുന്നു ഇവരുടെ കുടുംബത്തുകാർക്ക്. ഇത് റബ്ബർ കേട്ടോ. ഇത് മൊത്തം കാടായിപ്പോയി. ഇത് ആറിന് റബ്ബറിന് പറയുമോ, എല്ലാം നശിച്ചു പോയി. പണിയെടുക്കാതെ കറണ്ട് ഉണ്ടല്ലേ. കറണ്ട് ഉണ്ടെന്നോ. ഈ വ്യൂ പോയിന്റ് ഇവിടെ തൊട്ടടുത്താന്ന് തോന്നുന്നല്ലേ? വ്യൂ പോയിന്റ് ഇവിടുന്ന് കയറിയാൽ 100 മീറ്റർ. നമ്മള് കാറിൽ ഇറങ്ങിയാൽ 200-300 മീറ്റർ ഉണ്ട്. ഞാനിപ്പോ ഇവിടെ നിൽക്കുമ്പോ ആനയുടെ കരച്ചിൽ കേട്ടോ. അത് ചാമനാട്ട് ഭാഗത്ത്. രാവിലെ ഇവിടുന്ന് പോയതാ. പശുവൊക്കെയാന്ന് വിചാരിച്ചോ. അതിന് ഇങ്ങനത്തെ ഇത് കരച്ചു. അതങ്ങനെയാ കാരുന്നത്. ആ ഭാഗത്താ? അവിടെ ആ ഭാഗത്ത് പുത്തമ്പറമ്പ്. വീട്ടിലൊക്കെ ആളുണ്ടോ താമസം? അതായത് ഞാൻ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ മുകളിലേക്ക് നോക്കിയ ഒരു മല കാണുന്നുണ്ടോ? ഇത് ഇത് 37-ാം മൈല്. പേര് 37-ാം മൈല് വയനാട് റോഡ്. നിൽക്ക് ഇതിപ്പോൾ ആ മഞ്ഞ് നിൽക്കുന്ന സ്ഥലം കണ്ടോ? ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ അങ്ങനെ മല ഇങ്ങനെ നിരന്ന് നിൽക്കുക. അതിൻ്റെ ആ വശത്തായിട്ടാണ് ഈ മത്തഞ്ചാടിൻ്റെ ഒക്കെ സ്ഥലം വരുന്നത് അല്ലേ? അതായിട്ടല്ലേ മറ്റേ മഞ്ഞ് മൂടി കിടക്കുന്നത്. അതെ, അതായത് ഇത് ഈ മലയുടെ ഇങ്ങേ സൈഡും അത് ഇങ്ങേ സൈഡും രണ്ടും ഇങ്ങോട്ട് സൈഡായിട്ടോ വരുന്നത്. ഇതിൻ്റെ മുകളിൽ ആന കലർന്ന് ഒച്ച ഇപ്പോൾ കേട്ടതുള്ളൂ. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയല്ല. ആ ചേട്ടൻ ചോദിച്ചപ്പോഴാണ് ചേട്ടൻ 3 പ്രാവശ്യം കിട്ടും കേട്ടോ. അപ്പോൾ അതായത് ഈ കാണുന്നൊന്നും ഫോറസ്റ്റ് അല്ല കേട്ടോ. അതാ കറണ്ട് കമ്പനി പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ആൾക്കാർ വിട്ടിട്ട് പോയത്. അവരുടെയൊക്കെ സ്ഥലം ഏറ്റെടുത്തോ? ആരും ഏറ്റെടുത്തിട്ടില്ല. ഇല്ലില്ല. പദ്ധതി പാസ്സായിക്കെന്ന് പറഞ്ഞില്ലേ? അപ്പൊ പാസ്സായി കഴിഞ്ഞപ്പോ നമ്മൾ ഏതായാലും നടപ്പിലാക്കൂലോ ഒന്ന് ഓർത്തിട്ട് ഇട്ടിട്ട് പോയതാ. അല്ലാതെ ഇട്ടിട്ട് പോകുന്നില്ല. ഈ റോട്ടിൽ കൂടെ തന്നെ വരുന്നത്. ഇതില് എല്ലാ സ്ഥലത്തിലും ഇറങ്ങൂല. മത്തഞ്ചാന്റെ അവിടേക്ക് അവിടെ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്നുണ്ട്. നമ്മളവിടെ ഒരു അലാറം കൊണ്ടുവച്ചു. ഞാൻ കണ്ടായിരുന്നു, TV കണ്ടായിരുന്നു. അപ്പൊ ആ സാധനം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? നമുക്ക് ആവശ്യം. നിങ്ങൾക്ക് വെച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടോ? വേറെ സൗണ്ട് ഉണ്ടായിരുന്ന നമുക്ക് കുറച്ച് സമാധാനാവൂലേ? സമാധാനമാവുമല്ലോ. പടക്കം പൊട്ടിക്കാവല്ലോ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടുത്തോട്ട് വരുമല്ലോ. ഇതുകൊണ്ടാണ് ഇറങ്ങിയ. ഇതൊരു ഒഴിച്ചാളാണ്. ഇതൊക്കെ ഇറങ്ങുന്ന വഴിയാ. നീണ്ടില്ലേ? ഇത് ഇപ്പൊ ഈ വർഷം തൊട്ടാണ് ആൾക്കാർ ഇവിടെ വരുന്നത്.
ഇതിനു മുമ്പേ ഈ റോഡ് നന്നായി കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ വരുന്നത്. ഇതിനു മുമ്പേയൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കൂല. ഇതൊക്കെ ആരത്ര പറമ്പായിരുന്നു അല്ലേ? ഇതെല്ലാം ഓരോ വ്യക്തികളുടെ പറമ്പാ. ഓരോ വ്യക്തികളുടെ പറമ്പായിരുന്നു. ഫോറസ്റ്റ് എല്ലാം ഒരു മനുഷ്യൻ പറയാട്ടോ. അങ്ങനെ റോഡത് റോഡ് 37 പോകുന്ന റോഡ് പണി നടക്കുവോ? ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ അതിലുള്ള ഈ ഒരു റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ 37 മൈൽ എന്ന് പറഞ്ഞ റോഡാണ് കേട്ടോ ഇത്. അതിൻ്റെ ഭാഗമാണിത്. ഈ റോഡിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചുരത്തിലെ ബ്ലോക്കും പ്രശ്നങ്ങളൊക്കെ കുറേ ഒഴിവാകും. 1 കിലോമീറ്റർ ഇനി വെട്ടിയാൽ മതി. അതെ, ബോയ്സ് ടൗൺ റോഡ് ഭയങ്കര അപകടം എന്ന് പറഞ്ഞൊരു റോഡാണ്. അപ്പോൾ അതിന് ബദൽ റോഡായിട്ടാണ് ഈ റോഡ് വരിക കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ പറമ്പാണെന്ന് മനസ്സിലാക്കാൻ ഈ കയ്യാൽ കെട്ടിയേക്കുന്നൊക്കെ നോക്കിയാൽ മതി. ഇതൊക്കെ ഉള്ളു ഇനി അടയാളങ്ങൾ. പിന്നെ ഈ കശുമാവ്, ഇതൊക്കെ കശുമാവുകളാണ്. ഇതൊക്കെ പട്ടയുള്ള സ്ഥലം. പട്ടയുള്ള സ്ഥലം. അതിന് മുകളിൽ ഒരു വാഴ കണ്ടോ? ഒരു വാഴ നിൽക്കുന്നുണ്ടോ? അവിടെ മറിയ പട്ടയപ്പറമ്പാ. ഉണ്ടോ തന്നെ. ഇത് ഫോറസ്റ്റ് എല്ലാം മനുഷ്യൻ ശരിക്കും ഫോറസ്റ്റ് ആക്കിയില്ലേ? ഫോറസ്റ്റ് ആക്കി. അവരുടെ ചിന്ത അതായിരുന്നു, ഇത് അങ്ങനെ ആക്കി എടുത്ത് തന്നെ പൊക്കോളൂല്ലോ. നേരെ വയനാട്ടിലേക്കുള്ള പുതിയ റോഡിൻ്റെ ഇതാണ്. ഇത്രയും വെട്ടിയിട്ടുണ്ട്. പഴയ റോഡ് തന്നെ ഇപ്പോൾ വെട്ടിയെടുക്കും അല്ലേ? വീതി എത്ര കിലോമീറ്റർ ഉണ്ട്? 1.5 കിലോമീറ്റർ. അതിൽ എത്ര കിലോമീറ്റർ ഫോറസ്റ്റ് വരിക? ഫോറസ്റ്റ് ഒരു 800 മീറ്റർ കാണും അല്ലേ? ഒരു സൈഡാ? ഒരു സൈഡ്. ബാക്കിയെല്ലാം നമുക്ക് പട്ടയഭൂമി തന്നെയാണ്. ഒരു സൈഡ് ചേർത്ത് എടുക്കണതിനാ ഫോറസ്റ്റിലെ എടുക്കണ്ട. അതും കൂടെ ആക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ? നിലവിലെ റോഡുണ്ട് ഇപ്പൊ അല്ലേ? ഇതുണ്ടോ പാട്, കാട്ടിയുടെ പാടൊക്കെ. കാട്ടുപോത്തും ആന ഇറങ്ങി പോകുന്ന കേട്ടോ. കാട്ടുപോത്തിന്റെ കാൽപ്പാട് നോക്കി, മുഴുത്ത സാധനം കേട്ടോ. നമ്മുടെ ഒരു കാലിൻ്റെ വലുപ്പമുണ്ട്. ഇത് ആന ഇറങ്ങിപ്പോയത്. ആന പോകുന്നല്ലേ? ആന പോയ സ്ഥലം. ഇതിലെ ഇത് കണ്ടോ ആന വന്ന പാട്. ഇതല്ലേ വ്യൂ പോയിന്റ്? ഇത് കണ്ടോ? ഇത് വ്യൂ പോയിന്റ് കേട്ടോ. ആന വന്ന പാട്. ആന വന്ന പാട് ഉണ്ട്. ഇതിലാണ് ഇറങ്ങി വന്നേ ആന. അതിലൊക്കെ ഇടിച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്. മുകളിലേക്കൊക്കെ നോക്കിയാൽ കാണാം. അമ്പലമൊന്നും കാണുന്നില്ലല്ലോ നിങ്ങൾ വന്ന സമയം. മഞ്ഞായി പോയല്ലോ. മഴയായിരുന്നു. വ്യൂ പോയിന്റിന്റെ ഒരു സ്ഥലമാണ്. പക്ഷെ അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ. ഈ പ്രദേശം മഞ്ഞ് തെളിച്ചാൽ കാണാമായിരുന്നു നിങ്ങൾക്ക്. സൂപ്പർ. എൻ്റെ പറമ്പാ? ഇതാ എൻ്റെ പറമ്പ്. എൻ്റെത് ഇങ്ങനെ പോകും. ആ ഫോറസ്റ്റ് അല്ലേ, അതുകൊണ്ടോ കാണുന്ന ഫോറസ്റ്റേ. അവിടെ മുറയുണ്ട്. ഇത്ര ഭാഗമുള്ളൂ കശ്മാവുള്ളൂ എനിക്ക്. ബാക്കിയെല്ലാം കളഞ്ഞതാ. നല്ല വ്യൂ ആട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും കാണാനിപ്പോൾ പറ്റില്ല, മഞ്ഞ് കൂടിയോണ്ട്. ഇവിടുന്ന് കണ്ട പേരാവൂർ ഇരുട്ടി വരയ്ക്ക് കാണാം. എല്ലാം കാണാം അല്ലേ? ഇങ്ങോട്ട് തലപ്പുഴ അല്ലേ, അവിടെ മുറയെ കാണാം. ഇതുപോലെ അങ്ങ് ദൂരേക്ക് നമുക്ക് ഈ താഴെ ഭാഗത്തേക്കും കാണാം കേട്ടോ. അങ്ങ് താഴെ ഞാനിപ്പോൾ കൈ കൊണ്ടുവന്ന ഈ പ്രദേശത്ത് ഇവിടെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ താഴെ ഭാഗത്താണ് കൊട്ടിയൂർ ക്ഷേത്രവും കൊട്ടിയൂരും മറ്റും പ്രദേശങ്ങളൊക്കെ ഉള്ളത്. അവിടെ ഒരു മലയുണ്ട്, അതാണ് പന്നിയാമല എന്ന് പറയും. ഇങ്ങനെ ഒരു മല ഇവിടെ കാണാം. പാലുകാച്ചി എന്ന് പറഞ്ഞൊരു മല ഇവിടെ കാണാം. പാലുകാച്ചി മല. ഇങ്ങനെ പോയാൽ ഇരുട്ടി അങ്ങനെ പോവാം. വ്യൂ കേട്ടോ. മത്തഞ്ചേരിനൊക്കെ ഉള്ളത് ഈ മലയുടെ അങ്ങേ ഭാഗത്തായിട്ടാണ്. നല്ല ദൂരമുണ്ട്, വ്യത്യാസമുണ്ട്. ചേട്ടൻ്റെ പറമ്പാട്ടോ. നമ്മൾ വ്യൂ പോയിൻറ്റ് നേരെ താഴേക്ക് ഇറങ്ങി. വ്യൂ പോയിൻ്റ് അവിടെയാണ്. നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങിയതാ. എൻ്റെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കമ്പിട്ടേക്കാണ്. നമ്മളിതിലിങ്ങനെ പോകട്ടോ. കണ്ടോ ഇതിലൊക്കെ ആന ഇറങ്ങി കളിച്ചതുണ്ടോ? ഇതൊക്കെ ഈ ചെറുവിയൊക്കെ ഇതിൻ്റെ അകത്താണ് ആനയുള്ളത്. അപ്പോൾ നിങ്ങളുടെ പറമ്പ് എവിടെയാ? ഞങ്ങളുടെ പറമ്പ് തന്നെയാ അത്. ഞങ്ങളുടെ പറമ്പിൽ തന്നെ. വീടിൻ്റെ അവിടെ മാത്രം ഇട്ട് തന്നേക്കുന്നല്ലേ? വീടിന് വേണ്ടിയായിട്ട് സംരക്ഷണം ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾ ആ ഒരു പ്രദേശം കണ്ടല്ലോ. അതുപോലെ തന്നെ പാലരാജ്, അതുപോലെ തന്നെ പുഷ്പ എന്ന് പറയുന്ന ആ ചേട്ടനും ചേച്ചിയും സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. ഒരു കാലത്ത് 10-40 കുടുംബങ്ങൾ ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഒറ്റയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവർ നമ്മളെ വിളിച്ചാണ്. ഞങ്ങളുടെ ബുദ്ധിമുട്ടൊന്ന് നിങ്ങളൊന്ന് വന്ന് നേരിട്ടൊന്ന് കാണിക്കുമോ എന്ന് ചോദിച്ച് അവർ വിളിച്ച് അങ്ങനെയാണ് ഞാനിവിടെ എത്തിയതും. അല്ലാണ്ട് ഞാൻ ഈ പ്രദേശത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. എനിക്ക് അതിൻ്റെ അകത്തെ ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല. പക്ഷേ അവർ പറയുന്ന കാര്യത്തിലൊക്കെ കുറേ എന്താ പറയുക, നമുക്ക് പോലും നമുക്കതിൻ്റെ അകത്തൊരു പരിഹാരം കണ്ടെത്താൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ആപ്പാടെ പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കി. ഇനിയൊരു ഒരാളും കൂടെ ഉള്ളൂ ഈ ഒരു പ്രദേശത്ത്. ഇവരൊറ്റയ്ക്ക് ഇങ്ങനെ ഇത്രയും വന്യമൃഗങ്ങളുള്ളിടത്ത് അവർ താമസിപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനി ഒരു ഭയങ്കര കഷ്ടമാണ്. പ്രത്യേകിച്ച് അവർ ഇറങ്ങാനായിട്ട് ഇത്രയും താല്പര്യപ്പെടുന്ന സ്ഥിതിക്ക്. അപ്പോൾ അവർക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കുക, അവരെ താഴേക്ക് കൊണ്ടുപോവുക, അവർക്ക് അതിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ. കാരണം അവരുടെ ജീവനും പ്രധാനപ്പെട്ടാണ്. ഓരോ ജീവനും പ്രധാനപ്പെട്ടാണ്. മനുഷ്യജീവന് നമ്മൾ ഇച്ചിരിയും കൂടെ വില കൽപ്പിക്കുക തന്നെ വേണം.
ഏതായാലും വളരെ സങ്കടം തോന്നും അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ. നമ്മൾ ഏതായാലും പ്രദേശം മുഴുവൻ പോയി കണ്ടു കേട്ടോ. വന്യമൃഗങ്ങളുടെ ഒരു വിഹാര കേന്ദ്രം തന്നെയാണ്. നമ്മൾ എത്ര ചാലാണ് ഇപ്പം കണ്ടത്, നിങ്ങൾ തന്നെ കണ്ടാണല്ലോ. ആനയുടെ ഒരു സെറ്റല്ല, ആനയുടെ ഒരു 5-6 സെറ്റ് നമ്മൾ ആനച്ചാലുകൾ കണ്ടു. അതുപോലെ തന്നെ കാട്ടുപോത്തിൻ്റെ കണ്ടു ഒരു 5-8 സെറ്റ്. അതുപോലെ തന്നെ ഈ മ്ലാവിൻ്റെ കണ്ടു. മ്ലാവിൻ്റെ പിന്നെ നേരത്തെയാണ് കാണുന്നത്. പിന്നെ മുള്ളംപന്നി, കുരങ്ങ്, മലയണ്ണാൻ, പിന്നെ പുലിയും കടുവേനെയൊക്കെ ഇവർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുലിയൊക്കെ ഇവരുടെ പട്ടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തരം മൃഗങ്ങൾ കൊണ്ടും പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരുടെ ഈ ഒരു ബുദ്ധിമുട്ട്, അവർക്ക് താഴേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക. അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിലേക്ക് എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.